രാമായണ കഥാരംഭം. ബാലകാണ്ഡം. വാൽമീകിയും നാരദനും. മഹാജ്ഞാനിയും ഋഷിയുമായ വാൽമീകിയുടെ ആശ്രമം തമസാ നദീ തീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ മഹത്തായ തപശക്തി ലോകപ്രസിദ്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിൽ അനവധി ശിഷ്യന്മാർ അധ്യേതാക്കളായി ഉണ്ടായിരുന്നു. ഒരിക്കൽ ഋഷി മനോരാജ്യത്തിൽ മുഴുകിയിരിക്കെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ പുത്രനായ നാരദ മഹർഷി അവിടെ വന്നു കയറി. നാരദന്റെ വീണയിൽ നിന്നുയർന്ന നാദം ആസ്വദിച്ചുകൊണ്ട് വാൽമീകി നിശബ്ദനായി അവിടെ നിലകൊണ്ടു. എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന നാരദന്റെ ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: അങ്ങ് ബ്രഹ്മപുത്രനാണ്, അങ്ങ് വായുദേവനെ പോലെയാണ്, അങ്ങക്ക് എവിടെയും ചെല്ലാം, മനുഷ്യ മനസ്സുകളിൽ പോലും. ജീവികളുടെ ഹൃദയാന്തർഭാഗത്തെ ചിന്തകളത് എന്താണെന്ന് പോലും അങ്ങേക്കറിയുവാൻ കഴിയും. കുറച്ചു കാലമായി എൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞിരിക്കും. ഗുണദോഷ സമ്മിശ്രമായ ഈ ജഗത്തിൽ സർവഗുണ സമ്പന്നനായ ഒരാൾ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അങ്ങ് മനസ്സിൽ കാണുന്ന സൽഗുണ സമ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നോട് പറയും. നാരദൻ പറഞ്ഞു. എങ്കിൽ ഞാൻ അപ്രകാരമുള്ള ഒരാളെ തിരഞ്ഞു പിടിച്ച് പറയുകയും അങ്ങനെ അങ്ങയുടെ ജിജ്ഞാസയ്ക്ക് അറുതി വരുത്തുകയും ചെയ്യാം. ആർജവം, ഉന്മ, ധൈര്യം, ധർമ്മിഷ്ഠത, കൃതജ്ഞത, സത്യസന്ധത, തത്വനിഷ്ഠ, നിഷ്കളങ്ക സ്വഭാവം, ദീനാനുകമ്പ, വിദ്യ, കൗശലം, സൗന്ദര്യം, പ്രസന്നഭാവം, പൗരുഷം, തേജസ്, ജിതക്രോധത്വം, ആത്മനിയന്ത്രണം, സർവദാ സഹിഷ്ണുത, സ്വർഗവാസികളെ പോലും ഭയപ്പെടുത്തുന്ന അഞ്ചാത സാഹസികത. ഈ സ്വഭാവഗുണങ്ങളെല്ലാം എടുത്തു പറഞ്ഞ് അല്പം നിർത്തിയ ശേഷം ഒരു മന്ദസ്മിതത്തോടെ വാൽമീകി പറഞ്ഞു: മനുഷ്യൻ്റെ പരിപൂർണതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ അത്തരത്തിലുള്ള ഒരു മനുഷ്യനുണ്ടാകുമോ എന്നാണ് എൻ്റെ സംശയം. ഒരു മനുഷ്യനിൽ ഈ ഗുണങ്ങളെല്ലാം ഒത്തുകൂടി നിൽക്കുവാൻ സാധ്യമാണോ? ഒരു ദേവനിൽ പോലും ഇവയെല്ലാം സമ്മേളിക്കുകയില്ല. അപ്പോൾ കേവലം ഒരു മനുഷ്യനിൽ ഈ പരിപൂർണത എങ്ങനെ കാംക്ഷിക്കാം? എന്നിരുന്നാലും അങ്ങനെ ഒരാളെ തേടുകയാണ് എൻ്റെ മനസ്സ്, ആ പരിപൂർണ മനുഷ്യന്. ഭൂതവശ്യ ദുർദ്ധമാനങ്ങൾ അറിയുന്ന നാരദൻ വാൽമീകിയുടെ വാക്ക് കേട്ട് വളരെ സന്തുഷ്ടനായി. അദ്ദേഹം പറഞ്ഞു: ഞാൻ പറയുന്നത് സശ്രദ്ധം കേൾക്കും. അങ്ങനെ ഒരു മനുഷ്യനെ പറ്റി അറിയുവാൻ എനിക്ക് സംഗതിയായിട്ടുണ്ട്. എന്തോ ഓർക്കുന്നത് പോലെ അദ്ദേഹം ചിന്താമഗ്നനായി കാണപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ പറയുകയും ചെയ്തു: അങ്ങ് എണ്ണി എണ്ണി പറഞ്ഞ ഈ സൽഗുണങ്ങൾ മുഴുവൻ തികഞ്ഞ ഒരാളെ കാണുവാൻ വളരെ പ്രയാസം തന്നെയാണ്. എന്നാൽ എല്ലാം കൊണ്ടും പരിപൂർണനായ ഒരു മനുഷ്യനെപ്പറ്റി ഞാൻ അങ്ങയോട് പറയാം. ഇക്ഷ്വാകു വംശത്തിൽ രാമൻ എന്നു പേരായി ഒരു രാജാവുണ്ട്. അങ്ങ് അന്വേഷിക്കുന്ന ആൾ അദ്ദേഹമാണ്. അദ്ദേഹം വികാരത്തിന് അധീനനല്ല. അദ്ദേഹം ശക്തനാണ്. ആരെയും ഹഠാൽ ആകർഷിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് മനോരമതയുണ്ട്. എന്നാൽ അതേസമയം ദൃഢചിത്തനുമാണ്. അദ്ദേഹം അതിബുദ്ധിമാനും ന്യായവർത്തിയുമാണ്. എല്ലാവരെയും കീഴ്ക്കടക്കിയതിൽ അദ്ദേഹം ശത്രുക്കളില്ല. അദ്ദേഹത്തിൻ്റെ ആകാരത്തെപ്പറ്റി പറയാം: വിസ്തൃതമായ തോളുകൾ, നീണ്ട കൈകൾ, വിരിഞ്ഞ മാർവിടം, വലതും ഭംഗിയുള്ളതുമായ നെറ്റി, അധികം ദീർഘമോ ഹ്രസ്വമോ അല്ലാത്ത ശരീരം, നീണ്ട പ്രകാശമുള്ള കണ്ണുകൾ, ഇവയെല്ലാം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വില്ലാളി വീരനാണ്. മനുഷ്യബുദ്ധിക്ക് അധീനമായ മഹാസത്യത്തെപ്പറ്റി സദാ ചിന്തിക്കുന്നവനാണ്. അദ്ദേഹം എല്ലാവർക്കും പ്രിയനാണ്. ജ്യേഷ്ഠനും നന്മ നിറഞ്ഞനുമാണ്. നദികൾ സമുദ്രത്തിൻ്റെ നേർക്ക് ഒഴുകി ചെല്ലും പോലെ ശാന്തശീലമായ സകല ജനങ്ങളും അദ്ദേഹത്തിൻ്റെ സമിതിയിലേക്ക് എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നു. രാമന് സ്വാർത്ഥതമെന്തെന്നറിയില്ല. സംവാദത്തിൽ എത്ര സൗമ്യനും ആനന്ദസന്ധായകനുമാണ്. കൗസല്യാപുത്രനായ ഈ രാജാവിൽ മനുഷ്യനുണ്ടാവേണ്ടതായ സകല സൽഗുണങ്ങളും സമ്മേളിച്ചിരിക്കുന്നു. പ്രതാപത്തിൽ അദ്ദേഹം സമുദ്രതുല്യനാണ്. ശൗര്യത്തിൽ ഭഗവാൻ നാരായണനെ പോലെയാണ്. കാഴ്ചയിൽ അദ്ദേഹം ചന്ദ്രനെ പോലെ, നയനാന്തരകനെ പോലെയാണ്. കോപിച്ചാൽ അദ്ദേഹം പ്രപഞ്ചത്തെ സംഹരിക്കുന്ന അഗ്നിക്ക് തുല്യനാണ്. ഭൂമാതാവിനെ പോലെ ക്ഷമയും കുബേരനെ പോലെ ഔദാര്യവും അദ്ദേഹത്തിനുണ്ട്. സത്യത്തിൽ ധർമ്മിഷ്ഠതയുടെ നാഥനായ ധർമ്മദേവനെ പോലെയാണ് അദ്ദേഹം. ചുരുക്കത്തിൽ അദ്ദേഹം മനുഷ്യനലങ്കാരമായ സർവഗുണങ്ങളുടെയും ഉത്തമ മാതൃകയാണ്. അതുവരെ നിശബ്ദനായിരുന്ന നാരദന്റെ വാക്കുകൾ വികാരധീനനാക്കി. അത്യാനന്ദത്താൽ അദ്ദേഹം കണ്ണുകൾ തിളങ്ങി.
നാരദന്റെ അധരങ്ങളിൽ നിന്നുതിർന്ന വാക്കുകൾ വിഘാതമുണ്ടാകാതെ അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം അതിൻ്റെ ഭാവം കൊണ്ട് മഹർഷിയെ അറിയിച്ചു. വാൽമീകിയുടെ ഉത്സാഹം കണ്ട് നാരദൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അറിയിച്ചു, രാമന്റെ പിതാവായ ദശരഥൻ. നാരദൻ പറഞ്ഞു, തൻ്റെ സീമന്തപുത്രനും സകലവിധ സൽഗുണങ്ങളുടെയും വിളനിലവുമായ രാമനെ രാജ്യത്തിലെ യുവരാജാവാക്കി കിരീടധാരണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. രാജാവിൻ്റെ രണ്ടാമത്തെ ഭാര്യയായ കൈകേയി ഈ കിരീടധാരണത്തിനെതിരായിരുന്നു. പണ്ട് അവൾക്ക് നൽകപ്പെട്ട 2 വരങ്ങൾ വഴി അവൾ രാജാവിനെ തൻ്റെ നിബന്ധനകൾക്ക് അധീനനാക്കി. തൻ്റെ മകന് കിരീടധാരണം നടത്തണമെന്നായിരുന്നു അതിലൊരു നിബന്ധന. രണ്ടാമത്തെ നിബന്ധന രാമനെ ഭീകരമായ ദണ്ഡകാരണ്യത്തിലേക്ക് നാട് കടത്തണമെന്നായിരുന്നു. നിർഭാഗ്യവനായ രാജാവിന് അവളും ഇഷ്ടത്തിന് വഴങ്ങേണ്ടി വന്നു. അദ്ദേഹം രാമനെ കാട്ടിലേക്ക് അയച്ചു. പിതാവിൻ്റെ വാക്ക് സത്യമാകുവാൻ വേണ്ടി ശ്രേഷ്ഠനായ രാമൻ കാട്ടിലേക്ക് പോകുവാൻ നിശ്ചയിച്ചു. സുമിത്രാപുത്രനായ ലക്ഷ്മണൻ തൻ്റെ സഹോദരനായ രാമൻ്റെ ഒരു ആരാധകനായിരുന്നു. രാമനെ വനത്തിലേക്ക് അനുഗമിക്കുവാൻ ലക്ഷ്മണൻ നിശ്ചയിച്ചു. രാമൻ്റെ ഭാര്യയായിരുന്നു സീത. അവൾ അദ്ദേഹത്തിന് പ്രാണന് തുല്യം പ്രിയയായിരുന്നു. അവൾ ജനക മഹാരാജാവിൻ്റെ പുത്രിയായിരുന്നു. ഉത്കൃഷ്ട കുലജാതിയായ സീത രോഹിണി ചന്ദ്രനെ എന്ന പോലെ തൻ്റെ പ്രാണനാഥനെ പിന്തുടർന്നു. ഗംഗാതീരത്ത് ഗുഹൻ എന്നൊരു വേടൻ താമസിച്ചിരുന്നു. ഈ വേടരാജാവിൻ്റെ തലസ്ഥാനമായ ശൃംഗിവേരപുരത്താണ് രാമൻ വനവാസത്തിൻ്റെ ആദ്യ രാത്രിയിൽ താമസിച്ചത്. സാരഥിയായ സുമന്തനെ അയോധ്യയിലേക്ക് മടക്കി അയച്ച ശേഷം രാമലക്ഷ്മണന്മാരും സീതയും ഗുഹന്റെ സഹായത്തോടെ ഗംഗാ നദി കടന്നു. അവർ ഭരദ്വാജാശ്രമത്തിലെത്തി. ചിത്രകൂടം എന്ന പർവ്വതത്തിലേക്ക് പോകുവാൻ ഋഷി അവരെ ഉപദേശിച്ചു. അവിടെ ഒരു ആശ്രമം കെട്ടി താമസിക്കുവാനും അവർ ചെറിയ കുന്നുകളും നദികളും ജലാശയങ്ങളും കടന്ന് ചിത്രകൂടത്തിലെത്തി. ലക്ഷ്മണൻ ഒരു പർണശാലയുണ്ടാക്കി. പ്രകൃതിർഗീർണമായ ആ സ്ഥലത്ത് അവർ 3 പേരും കൂടി സുഖമായി താമസിച്ചു. ഏകദേശം ആ സമയത്ത് തന്നെ ദശരഥ മഹാരാജാവ് തൻ്റെ പ്രിയപുത്രനായ രാമന്റെ വേർപാട് സഹിക്കുവാൻ കഴിയാതെ ഇഹലോകവാസം വെടിഞ്ഞു. ഭരതൻ ആ സമയത്ത് തൻ്റെ അമ്മാവനായ യുധാജിത്തിനോടൊപ്പം കേകയ രാജ്യത്തായിരുന്നു. രാജ്യപുരോഹിതനായ വസിഷ്ഠൻ അദ്ദേഹത്തെ ആളയച്ചു വരുത്തി. പിതൃകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ബുദ്ധിമാനായ ആചാര്യൻ രാജ്യത്ത് ഭരണാധിപൻ ഇല്ലാതെ വന്നതിനുള്ള ആപത്തിനെപ്പറ്റി ഓർമ്മപ്പെടുത്തുകയും പിതാവ് പറഞ്ഞതുപോലെ രാജ്യഭാരം ഏറ്റെടുത്ത് നടത്തുവാൻ ഭരതനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഭരതൻ അതിന് വിസമ്മതിച്ചു. കാട്ടിൽ പോയി രാമനെ കാണുവാനും അദ്ദേഹത്തെ അയോധ്യയിലേക്ക് മടക്കിക്കൊണ്ടുവരാനും അദ്ദേഹം മനസ്സാലെ ഉറച്ചു. വസിഷ്ഠനോടും മന്ത്രിമാരോടും പ്രജകളോടുമൊത്ത് അദ്ദേഹം ചിത്രകൂടത്തിലേക്ക് പോയി. അദ്ദേഹം രാമനെ കണ്ടു. രാജ്യം സ്വീകരിക്കാൻ താണുകയാണ് അപേക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, പ്രഭു, അങ്ങാണ് രാജാവ്, അങ്ങ് മടങ്ങി വരണം. രാജഭരണത്തിലെ ചുമതല ഏറ്റെടുക്കുകയും വേണം. എന്നാൽ രാമൻ ദൃഢചിത്തതയോടെ ഭരതന്റെ അപേക്ഷ നിരസിച്ചു. അച്ഛൻ്റെ വാഗ്ദാന ലംഘനമാവും അതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ ഒരു ദുതിർത്തെന്ന നിലയിൽ ഭരതൻ രാമന്റെ പാദങ്ങൾ ആവശ്യപ്പെട്ടു. പാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് രാമന്റെ നാമേധേയത്തിൽ രാമന്റെ പ്രതിനിധി എന്ന നിലയിൽ രാജ്യം ഭരിച്ചുകൊള്ളാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. രാമൻ അതിന് വഴങ്ങി. രാമനോടൊപ്പം മാത്രമേ താൻ അയോധ്യയിൽ പ്രവേശിക്കൂ എന്ന് ഭരതൻ ശപഥം ചെയ്തു. അദ്ദേഹം അയോധ്യ നഗരപ്രാന്തത്തിലുള്ള നന്ദി ഗ്രാമം എന്ന ഒരു ചെറുഗ്രാമത്തിൽ വസിച്ചു. രാമലക്ഷ്മണന്മാരെ പോലെ മാന്തോലും മരവരെയും ധരിച്ച് ജടാധാരിയായി അദ്ദേഹം രാമന്റെ തിരിച്ചുവരവും പ്രതീക്ഷിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു പോകും. ഇതിനിടയിൽ രാമന് ചിത്രകൂടം വീഴണമെന്ന് തോന്നി. അയോധ്യാവാസികൾ തൻ്റെ അവസാന സ്ഥാനം മനസ്സിലാക്കിയതായിരുന്നു അതിന് കാരണം. അദ്ദേഹം ദണ്ഡകാരണ്യത്തിലേക്ക് പോകുവാൻ നിശ്ചയിച്ചു. ദണ്ഡകാരണ്യത്തിൽ എത്തിയിട്ട് അദ്ദേഹം ആദ്യം ചെയ്തത് വിരാതൻ എന്ന രാക്ഷസനെ കൊല്ലുകയാണ്. അവിടെ നിന്ന് പുറപ്പെട്ട് അദ്ദേഹം ശരഭംഗൻ, സുധീഷണൻ, അഗസ്ത്യൻ, അഗസ്ത്യ സഹോദരൻ എന്നിവരുടെ ആശ്രമങ്ങളിൽ സന്ദർശിച്ചു. അഗസ്ത്യൻ ശ്രീരാമന് ഇന്ദ്രന്റെ മഹത്തായ ബാണം നൽകി. ഭംഗിയേറിയൊരു വാളും ഒടുങ്ങാത്ത ഒരു ആവനാടിയും കൂടി അദ്ദേഹം രാമന് നൽകി. ആ വനത്തിലുള്ള ഋഷിമാർ ഒരപേക്ഷയുമായി രാമനെ സമീപിച്ചു. അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാക്ഷസന്മാരിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്ന് അവർ രാമനോട് അപേക്ഷിച്ചു. എല്ലാം ശ്രദ്ധിച്ചു കേട്ട് രാമൻ അപ്രകാരം ചെയ്തു കൊള്ളാമെന്നേറ്റു. രാക്ഷസന്മാരെ മുഴുവൻ നശിപ്പിക്കാമെന്ന് അദ്ദേഹം അവരോട് സത്യം ചെയ്തു. അവർ പഞ്ചവടി എന്ന സ്ഥലത്ത് താമസിക്കുവാൻ നിശ്ചയിച്ചു. ഗോദാവരി തീരത്തായിരുന്നു ആ ഭംഗിയേറിയ പ്രദേശം. അവിടെ ലക്ഷ്മണൻ ഒരു ആശ്രമം ഉണ്ടാക്കി. അവരവിടെ സസുഖം പാർത്തു വന്നു.
ഇപ്പോൾ വനവാസം 13 വർഷം കഴിഞ്ഞിരുന്നു. അവർ പഞ്ചവടിയിൽ താമസിച്ചു വരവേ ഒരു ദിവസം ജനസ്ഥാനത്തിന് വസിച്ചിരുന്ന ശൂർപ്പണഖ എന്ന രാക്ഷസി അവിടെ വന്ന് രാമനോട് പ്രേമാഭ്യർത്ഥന നടത്തി. രാമൻ കുപിതനായി. രാമന്റെ ഇംഗിതം അറിഞ്ഞ ലക്ഷ്മണൻ വാളെടുത്ത് അവളുടെ മൂക്കും മുലയും അരിഞ്ഞ് അവളെ വിരൂപിയാക്കി. അവൾ തന്റെ സഹോദരനായ രാവണനോട് തന്നെ അപമാനിച്ച കഥ പറഞ്ഞു. ഖരൻ, ദൂഷണൻ, തൃശ്ശിരസ് എന്നീ 3 രാക്ഷസന്മാർ 10,000 സൈന്യത്തോടുകൂടി രാമനെ എതിർത്തു. രാമൻ ഒറ്റയ്ക്ക് അവരെ മുഴുവൻ കൊന്നു. അങ്ങനെ ജനസ്ഥാനം രാക്ഷസരിൽ നിന്ന് അദ്ദേഹം മുക്തമാക്കി. ഖരനും മറ്റു 2 പേരും ലങ്കാധിപനായ രാവണന്റെ സഹോദരന്മാരായിരുന്നു. സഹോദരന്മാരെ കൊന്നതിനും സൈന്യം നശിപ്പിച്ചതിനും ശൂർപണഖയെ അപമാനിച്ചതിനും പകരം വീട്ടുവാൻ രാവണൻ നിശ്ചയിച്ചു. അദ്ദേഹം തന്റെ അമ്മാവനായ മാരീചന്റെ അടുത്ത് ചെന്ന് സഹായം ആവശ്യപ്പെട്ടു. രാമന്റെ കോപത്തെ ഉണർത്തിയാൽ വന്നുകൂടാവുന്ന ആപത്തിനെപ്പറ്റി രാവണനെ ബോധ്യപ്പെടുത്തുവാൻ മാരീചൻ വളരെയധികം ശ്രമിച്ചു നോക്കി. പക്ഷേ രാവണൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു വിലയും കൽപ്പിച്ചില്ല. മാരീചനെയും കൂട്ടി അദ്ദേഹം രാമാശ്രമത്തിനടുത്തെത്തി. തന്റെ മായാശക്തിയാൽ മാരീചൻ രാമലക്ഷ്മണന്മാരെ ആശ്രമത്തിൽ നിന്ന് കയറ്റി. അങ്ങനെ സീത ധരിച്ചായപ്പോൾ രാവണൻ ആശ്രമത്തിലെത്തി അവളെ കട്ടുകൊണ്ടുപോയി. ക്ഷുദ്രരാജാവായ ജടായു രാമന്റെ ഒരു ചങ്ങാതിയായിരുന്നു. ജടായു രാവണനോട് എതിർക്കുവാൻ തന്നാലാവൂതം ശ്രമിച്ചു. ജടായുവിന് മാരകമായി പരിക്കേൽപ്പിച്ച ശേഷം രാവണൻ സീതയും കൊണ്ട് പോവുകയും ചെയ്തു. തിരിച്ചു വന്ന രാമലക്ഷ്മണന്മാർ ആശ്രമം ശൂന്യമായി കണ്ടു. മരിച്ചുകൊണ്ടിരിക്കുന്ന ജടായുവിൽ നിന്നും സീത അപഹരിക്കപ്പെട്ടതറിഞ്ഞ രാമൻ ദുഃഖത്തിലും കഠിന വേദനയിലും മതിമറന്ന നിശ്ചയനായി. ജടായു രാവണനെ പറ്റി അദ്ദേഹത്തോട് പറഞ്ഞു. മരിച്ചുപോയ ഗൃദ്ധരാജാവിനു വേണ്ടി രാമൻ തന്റെ പിതാവിനെന്ന പോലെ പിതൃകർമ്മങ്ങൾ ചെയ്തു. ആ സഹോദരന്മാർ പിന്നീട് സീതയെ അന്വേഷിച്ച് തെക്കോട്ട് നടന്നു. വഴിക്ക് വെച്ച് കമന്തൻ എന്നു പേരായ ഭീമൽസ്വരൂപിയായ ഒരു രാക്ഷസന്റെ കൈപ്പിടിയിൽ അവർ പെട്ടുപോയി. അവന്റെ കൈകൾക്ക് 1 യോജന നീളമുണ്ടായിരുന്നു. തല അവന്റെ വയറ്റിലായിരുന്നു. വായ വിസ്തൃതമായി തുളച്ചു വെച്ചിരുന്നു. കമന്തൻ യഥാർത്ഥത്തിൽ കുബേരന്റെ പുത്രനായിരുന്നു. ശാപം കൊണ്ട് ഈ രൂപത്തിലായി തീർന്നതാണ്. രാമനാൽ വധിക്കപ്പെട്ടപ്പോൾ കമന്തന് തന്റെ ദിവ്യരൂപം വീണ്ടും കൈവന്നു. അദ്ദേഹം സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. പോകും മുമ്പ് അദ്ദേഹം ഭക്തിയായി ശബരിയെപ്പറ്റി രാമനോട് പറഞ്ഞു. രാമന്റെ വരവുറ്റു നോക്കി കഴിയുകയായിരുന്നു ആ രാമഭക്ത. സീതാന്വേഷണത്തിൽ രാമനെ സഹായിക്കുവാൻ കഴിവുള്ള സുഗ്രീവൻ എന്ന വാനരൻ ഋഷ്യമൂക പർവ്വതത്തിന്റെ മുകളിൽ താമസിച്ചു വരുന്നുണ്ടെന്നും കമന്തൻ പറഞ്ഞു. രാമൻ ശബരിയുടെ ആശ്രമത്തിൽ ചെന്നു. അവൾ അദ്ദേഹത്തെ പൂജിച്ചു. താൻ തന്റെ തപസ് മൂലം സമ്പാദിച്ച സ്വർഗത്തിലേക്ക് പോകുവാൻ അദ്ദേഹം അവൾക്ക് അനുവാദം നൽകുകയും ചെയ്തു. രാമലക്ഷ്മണന്മാർ അവിടെ നിന്ന് യാത്ര തുടർന്ന് പമ്പാ സരസിലെത്തി. അതും പിന്നിട്ട് ഋഷ്യമൂക പർവ്വതത്തിന്റെ അടിവാരത്തിൽ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. സുഗ്രീവന്റെ മന്ത്രിയായ ഹനുമാൻ അവരുടെ അടുത്തെത്തി. അദ്ദേഹം അവരെ സുഗ്രീവന്റെ സദനത്തിലേക്ക് അയച്ചു. രാമനും സുഗ്രീവനുമായി മഹത്തായ ഒരു സഖ്യം ചെയ്തു. അഗ്നിയെ സാക്ഷി നിർത്തിയാണ് അവർ സഖ്യം ചേർന്നത്. രാമൻ തനിക്ക് വന്നു ചേർന്ന ആപത്തിനെ പറ്റി സുഗ്രീവനോട് പറഞ്ഞു. ഏതോ രാക്ഷസൻ സീതയെ കൊണ്ടുപോയ കാര്യത്തെപ്പറ്റിയും തന്നെ നാട് കടത്തിയിരിക്കുന്ന അവസ്ഥയെപ്പറ്റിയും സുഗ്രീവൻ രാമനോട് പറഞ്ഞു. ബാലിയെ കൊല്ലാമെന്ന് രാമൻ വാഗ്ദാനം ചെയ്തു. രാമന്റെ ശക്തിയെപ്പറ്റി വാരന് സംശയമായി. ബാലിയുടെ വീരശൗര്യ പരാക്രമങ്ങളെപ്പറ്റിയും മറ്റും സുഗ്രീവൻ വിവരിക്കുവാൻ തുടങ്ങി. തന്റെ ശക്തി പ്രദർശിപ്പിക്കുവാനായി രാമൻ ദുന്ദുഭൂതിയുടെ അസ്ഥികൂടത്തെ തന്റെ പെരുവിരൽ കൊണ്ട് പൊക്കി 10 യോജന ദൂരത്തേക്ക് എറിഞ്ഞു. അതിനു പുറമെ ഒരസ്ത്രം കൊണ്ട് അത്യുന്നതങ്ങളായ 7 സാലവൃക്ഷങ്ങളെയും തുളച്ചു കീറി. അതോടെ രാമനിൽ അവിശ്വാസം പ്രകടിപ്പിച്ച സുഗ്രീവൻ ലജ്ജിതനായി. അദ്ദേഹം രാമനോട് ഇങ്ങനെ പറഞ്ഞു. അങ്ങയുടെ ഈ ബാണം 7 സാലവൃക്ഷങ്ങളെ തുളച്ച ശേഷം ഭൂമിയെ പിളർന്ന് പാതാളത്തിൽ പോയി വീണ്ടും അങ്ങയുടെ ആവനാഴിയിൽ തന്നെ വന്നു ചേർന്നിരിക്കുന്നു. ഇത്തരമൊരു വീരകൃത്യം ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ല. അങ്ങയെ സംശയിച്ചതിന് എനിക്ക് മാപ്പ് തന്നാലും. ബാലിയുടെ തലസ്ഥാനമായ കിഷ്കിന്ധയിലേക്ക് അവർ പോയി. മഹാശക്തനായ ബാലിയെ സുഗ്രീവൻ പോരിന് വിളിച്ചു. രാമൻ ഒരൊറ്റ അമ്പെയ്ത് ബാലിയെ കൊല്ലുകയും സുഗ്രീവനെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. സുഗ്രീവൻ തന്റെ സൈന്യത്തെ മുഴുവൻ വിളിച്ചു വരുത്തി. സീതയെ അന്വേഷിക്കുവാനായി അവനെ 4 ദിക്കിലേക്കും അയച്ചു. ബാലിപുത്രനായ അംഗദനോടും കൂടി ഹനുമാൻ തെക്ക് ദിക്കിലേക്ക് യാത്രയായി. അവിടെ വെച്ച് ജടായുവിന്റെ സോദരനായ സമ്പാതിയുടെ ഉപദേശമനുസരിച്ച് അദ്ദേഹം 100 യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്നു.
അദ്ദേഹം ലങ്കയിലെത്തി. അവിടെ രാവണന്റെ കേളി ഉദ്യാനമായ അശോകവനിയിൽ തടവുകാരിയായി വച്ചിട്ടുള്ള സീതയെ ഹനുമാൻ കണ്ടു. രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സീത ദുഃഖത്തിന്റെ പ്രതികാരം തന്നെയായിരുന്നു. ഹനുമാൻ അവൾക്ക് സ്വയം പരിചയപ്പെടുത്തി. രാമൻ അടയാളമായി കൊടുത്തയച്ചിരുന്ന അങ്കുലീയം അവൾക്ക് നൽകി. സ്വാന്തനോക്തികളാൽ അവളെ സമാധാനിപ്പിക്കുകയും ചെയ്തു. സുഗ്രീവനോടും സേനയോടും കൂടി രാമൻ അതിവേഗം ലങ്കയിലെത്തുമെന്നും അവളെ മോചിപ്പിക്കുമെന്നും അദ്ദേഹം അവളോട് പറഞ്ഞു. അതിനുശേഷം ഹനുമാൻ അശോകവനം നശിപ്പിച്ചു. ഹനുമാനെ പിടിക്കുവാനായി രാവണൻ തന്റെ സൈന്യത്തെ അയച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ 5 സേനാനായകന്മാരെയും 7 മന്ത്രിപുത്രന്മാരെയും രാവണപുത്രനും ധീരനുമായ അക്ഷയകുമാരനെയും ഹനുമാൻ കൊന്നു. രാവണന്റെ മറ്റൊരു പുത്രനായ ഇന്ദ്രജിത്ത് വന്ന് ഹനുമാന്റെ നേരെ ബ്രഹ്മാസ്ത്രം അയച്ചു. ബ്രഹ്മാവിനെ അവമാനിക്കുവാൻ ആ വാനരൻ ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിതനാവുവാൻ അദ്ദേഹം അനുവദിച്ചു. അദ്ദേഹം രാവണസന്നദ്ധിയിൽ അയക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം ലങ്കാനഗരം ചുട്ടു ഭസ്മമാക്കി. രാമന്റെ സവിധത്തിൽ മടങ്ങിയെത്തിയ ഹനുമാൻ സീത ജീവിച്ചിരിപ്പുണ്ടെന്ന സന്തോഷ വാർത്ത അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. രാമൻ സുഗ്രീവനോടൊപ്പം സമുദ്ര തീരത്തെത്തി. സമുദ്രാധിപൻ അദ്ദേഹത്തിന് വഴികൊടുത്തില്ല. ക്രുദ്ധനായ രാമൻ സമുദ്രത്തെ ശോഷിപ്പിക്കുവാൻ തീർച്ചയാക്കി. ഭീതനായ ജലാധിപൻ രാമന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് മാപ്പിരക്കുകയും ലങ്കയിലേക്ക് കിടക്കുവാൻ സമുദ്രത്തിന് മീതെ ഒരു ചിറ കെട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് ശില്പിയായ നളൻ ചിറകെട്ടി. സമുദ്രം കടന്ന് രാമൻ ലങ്കയിലെത്തുകയും രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുക്കുകയും ചെയ്തു. എങ്കിലും അദ്ദേഹം അവളോട് പുഷ്പവാക്കുകൾ പറഞ്ഞു. കടുത്ത അവമാന വാക്കുകൾ സഹിക്കാനാവാതെ സീത അഗ്നിപ്രവേശം ചെയ്തു. അഗ്നിദേവൻ അവളെ എടുത്ത് രാമസമുദ്രത്തിൽ കൊണ്ടുവന്നു. ഒരു ദോഷവും തീണ്ടാത്ത സീതയെ സ്വീകരിക്കണമെന്ന് രാമനോട് അപേക്ഷിക്കുകയും ചെയ്തു. ഭൂലോകത്തുള്ളവരും സ്വർഗത്തിലുള്ളവരും ഒരേപോലെ രാമന്റെ ശൗര്യത്തെ പ്രകീർത്തിച്ചു. വിഭീഷണനെ ലങ്കാധിപതനായി വാഴിച്ച ശേഷം രാമൻ സ്വരാജ്യത്തിലേക്ക് മടങ്ങുവാൻ നിശ്ചയിച്ചു. പുഷ്പക വിമാനത്തിൽ കയറി രാമൻ സ്നേഹിതന്മാരോടൊപ്പം അയോധ്യയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം ഭരദ്വാജാശ്രമത്തിൽ പോയി മഹർഷിയെ വണങ്ങി. തന്റെ തിരിച്ചുവരവ് ഭരതനെ അറിയിക്കുവാനായി അദ്ദേഹം ഹനുമാനെ അയച്ചു. പിന്നീട് രാമൻ സുഗ്രീവനോടൊത്ത് നന്ദിഗ്രാമത്തിലെത്തി. അവിടെ അദ്ദേഹം തന്റെ സഹോദരന്മാരായ ഭരത ശത്രുഘ്നന്മാരോടൊപ്പം ചേർന്ന് ജട നീക്കിയ ശേഷം രാജോചിതമായ വേഷഭൂതികൾ അണിഞ്ഞു. അദ്ദേഹത്തെ കേസാലമായ രാജാഭിഷേകം ചെയ്തു. ജനങ്ങൾ സന്തോഷഭരിതരായി. അയോധ്യ നഗരിയിൽ മഹോത്സവം ഉണ്ടായി. രാമൻ ധർമ്മപ്രകാരം രാജ്യം ഭരിക്കുന്നു. രാമന്റെ ഭരണത്തിൽ അധർമ്മത്തിന്റെ കണിക പോലുമില്ല. 100 അശ്വമേധങ്ങൾ നടത്തിയ രാമൻ സ്വർഗത്തിലെത്തിച്ചേർന്നു. അദ്ദേഹം ഭൂമിയിൽ ധർമ്മസ്വാമി. അദ്ദേഹം 11,000 കൊല്ലം രാജ്യം ഭരിക്കും. രാമന്റെ കഥ കേൾക്കുന്നതിന് സ്വർഗത്തിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാം. ഇങ്ങനെ വാൽമീകിയോട് രാമകഥ ആഖ്യാനം ചെയ്ത ശേഷം നാരദൻ യാത്ര പറഞ്ഞു അവിടെ നിന്ന് പോകുകയും ചെയ്തു. ബ്രഹ്മാവിന്റെ ആഗമനം. നാരദൻ പോയതിനു ശേഷം വാൽമീകി രാമനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും രാമന്റെ മഹത്വത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടും നിശബ്ദനായി അവിടെ ഇരുന്നു. പെട്ടെന്ന് പ്രഭാത സന്ധ്യാവന്ദനത്തിന് സമയമായി എന്നറിഞ്ഞ് ഋഷി ശിഷ്യന്മാരോടൊത്ത് അടുത്തുള്ള തമസാ നദീതീരത്തേക്ക് പോയി. സ്വച്ഛമായ ജലമൊഴുകുന്ന ഒരിടത്ത് അദ്ദേഹം ചെന്നു നിന്നു. ശിഷ്യനോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: പുത്ര, ഇവിടെയുള്ള ജലം നോക്കൂ. ഇതൊരു സാത്വികന്റെ മനസ്സുപോലെ തെളിഞ്ഞ പരിശുദ്ധമായിരിക്കുന്നു. ഇത് എത്ര സുന്ദരമാണ്. ഞാനിവിടെ തർപ്പണം ചെയ്യുകയാണ്. ജലപാത്രം ഇവിടെ വയ്ക്കൂ. ആ മരവുരി തരൂ. ശിഷ്യൻ പറഞ്ഞതുപോലെ ചെയ്തു. കയ്യിൽ മരവുരിയുമായി ഋഷി ചുറ്റും നോക്കി. പ്രകൃതി ഭംഗി കണ്ടാനന്ദിച്ച് അദ്ദേഹം ഏതാനും അടികൾ അങ്ങുമിങ്ങും നടന്നു. ഈ പ്രത്യേക സ്ഥലത്ത് പ്രകൃതിയുടെ അനുഗ്രഹം മൂലം ഭൂമി ഫലവത്തായി കരിക്കുന്നുവെന്ന് കണ്ട അദ്ദേഹം മന്ദഹാസം തൂങ്ങി. ഒരു വൃക്ഷത്തിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ക്രൗഞ്ചക പക്ഷിയുടെ ഒരണിയെ അദ്ദേഹം കണ്ടു. സുന്ദരവും മധുരവുമായ സ്വരത്തിൽ പാടുകയായിരുന്നു അവ. അത്യന്തം സ്നേഹത്തോടുകൂടി അവ ഇണചേരുകയായിരുന്നു. സൃഷ്ടി മാഹാത്മ്യത്തെക്കുറിച്ച് ഓർത്തും ആ ഇണയെ കണ്ട് ആനന്ദിച്ചും മഹർഷി അവിടെ തന്നെ നിന്നു. അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കെ അതിൽ ആൺപക്ഷി ശരം തറച്ച് താഴെ വീഴുന്നത് അദ്ദേഹം കണ്ടു. പാപിയും ക്രൂരനുമായ ഒരു വേടനാണ് ആ ശരം വിട്ടത്. ആൺപക്ഷി രക്തത്തിൽ കുളിച്ച് ചത്തു വീണു. പെൺപക്ഷി അതിദീനതയോടെ കരഞ്ഞുകൊണ്ട് വരുന്നു. ഒരു നിമിഷം മുമ്പത്തെ അതിൻ്റെ ഉല്ലാസമർപ്പ് ഇപ്പോൾ ഒരു ചരമവിലാപത്തിലായി തീർന്നു. തലയിൽ ചുവപ്പ് നിറമുള്ള ഒരു ചെറുപക്ഷി ഏറ്റവും ദുഃഖാർത്ഥതയായി. വേടന്റെ ദുഷ്പ്രവൃത്തിയും തൽഫലമായി ഉണ്ടായ ദുഃഖവും കണ്ട് വാൽമീകിയുടെ ഹൃദയം കരുണാപൂർണമായി തീർന്നു. എത്ര വലിയ അധർമ്മമാണ് ഈ വേടൻ ചെയ്തതെന്ന് വാൽമീകിക്ക് തോന്നി.
വികാര വിചിത്രനായ ശബ്ദത്തിൽ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: അങ്ങയുടെ പ്രവൃത്തി നിർദ്ധയമായിരിക്കുന്നു. ഇണചേരുന്ന 2 പക്ഷികളിൽ ഒന്നിനെ അങ്ങ് കൊന്നു. അങ്ങയുടെ പ്രവൃത്തി അക്ഷന്ത്യമാണ്. മനുഷ്യൻ അനുവദിച്ചിട്ടുള്ള ദീർഘായുസ് അതിനാൽ അങ്ങേക്ക് നഷ്ടപ്പെടും. വാൽമീകി വേഗം അവിടം വിട്ടു. അദ്ദേഹത്തിന്റെ ഹൃദയം നീറി. സംഭവസ്ഥലം വിട്ട ശേഷം വളരെ നേരം ആ ചിന്തയിൽ അദ്ദേഹം തങ്ങി നിന്നു. വേടനോട് പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ഓർത്തുകൊണ്ടേയിരുന്നു. മനസ്സിലത് കാണാപാഠമാക്കുകയും ചെയ്തു. അദ്ദേഹം ശിഷ്യനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ക്രൗഞ്ച് പക്ഷികളുടെ വിധിയെപ്പറ്റി ഞാൻ വളരെ ദുഃഖിതനാണ്. ഞാൻ ചില വാക്കുകൾ ഉച്ചരിച്ചു. ശോകം മൂലം എന്നിൽ നിന്ന് പുറപ്പെട്ട ആ വാക്കുകൾ വൃത്തരൂപയാണ് ബഹിർഗമിച്ചത്. വീണയിൽ ശ്രുതി പിടിച്ച് പാടാവുന്നതാണവ. ഇങ്ങനെയൊരു ശ്ലോകം നിർമ്മിച്ചതിൽ ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. ശിഷ്യൻ ആ ശ്ലോകം പഠിച്ചു. അത് വീണ്ടും ചൊല്ലിയപ്പോൾ അതിൻ്റെ ഘടന അത്ഭുതകരമായെന്ന് തോന്നി. അതിനുശേഷം വാൽമീകി നദിയിലിറങ്ങി സന്ധ്യാവന്ദനവും തർപ്പണവും മറ്റു ദൈവികൃത്യവും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ ശ്ലോകത്തിൽ തന്നെയായിരുന്നു. അവർ ആശ്രമത്തിൽ തിരിച്ചെത്തി. ഋഷി മുന്നിലും ശിഷ്യൻ താമസാ നദിയിലെ ജലം പാത്രത്തിലെടുത്തുകൊണ്ട് പിന്നിലുമായിട്ടാണ് അവർ എത്തിയത്. അവർ മറ്റു ശിഷ്യന്മാരുമായി കൂടിച്ചേർന്ന് ജ്ഞാനസമ്പാദനം തുടരുകയും ചെയ്തു. പെട്ടെന്നൊരു ദിവ്യപ്രകാശത്തിൽ ആശ്രമം പ്രകാശമാവുന്നത് അദ്ദേഹം കണ്ടു. ഭഗവാനായ ബ്രഹ്മാവ് അവിടെ വന്നിരിക്കുന്നതായി അദ്ദേഹം അറിഞ്ഞു. ആശ്ചര്യഭാവത്തോടെ എഴുന്നേറ്റ് അദ്ദേഹം ഇരുകൈകളും കൂപ്പിക്കൊണ്ടു നിന്നു. വികാരവേഷം മൂലം അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു വാക്കുപോലും ഉരിയാടുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സൃഷ്ടികർത്താവിനെ യഥാവിധി പൂജിക്കുകയും കാൽക്കൽ വീണ് അർഘ്യപാദികൾ നൽകിയ ശേഷം യഥോഗ്യം ആസനസ്ഥനാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അഭിനാദനവും ആസനവും സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മാവ് അദ്ദേഹത്തെ ബഹുമാനിച്ചു. ബ്രഹ്മാവിന്റെ ആദേശപ്രകാരം ആസനസ്ഥനായ വാൽമീകി മൗനം പൂണ്ടിരുന്നു. അദ്ദേഹം അപ്പോഴും നദീതീരത്ത് നടന്ന സംഭവത്തെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാരണവുമില്ലാതെ ഉല്ലാസമായി കഴിയുന്ന പക്ഷിയെ നിഷ്കർണം കൊല്ലുവാൻ കഴിഞ്ഞ വേടന്റെ ക്രൂരതയെപ്പറ്റി ആലോചിച്ചിട്ട് അദ്ദേഹം ഒരെത്തും പിടിയും കിട്ടിയില്ല. ശ്ലോകം പിന്നെയും മനസ്സിലുദിച്ചു. അത് നിശബ്ദം ഉരുവിടുകയും ചെയ്തു. ബ്രഹ്മാവ് അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. ഋഷിയുടെ അന്തർഗതം മനസ്സിലാക്കി ഇങ്ങനെ പറഞ്ഞു: അതൊരു ശ്ലോകമാണ്. അങ്ങുച്ചരിച്ച വാക്കുകളെപ്പറ്റി ആശ്ചര്യമോ സംശയമോ വേണ്ട. ഇപ്രകാരം ഉച്ചരിക്കുവാൻ ഞാൻ അങ്ങനെ പ്രേരിപ്പിച്ചതാണ്. ഇതേ വൃത്തത്തിൽ ഒരു കാവ്യം രചിക്കുവാൻ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടും. ഇതിവൃത്തം രാമന്റെ കഥയാവട്ടെ. ധർമ്മിഷ്ഠനായ ശ്രേഷ്ഠത, തീക്ഷ്ണശക്തി, ധൈര്യം മുതലായവയ്ക്ക് ലോകപ്രസിദ്ധി ആർജിച്ച രാമന്റെ കഥ നാരദൻ അങ്ങയോട് പറയുകയുണ്ടായി. ഞാൻ ഈ വര അങ്ങേക്ക് തരാം. ആ കഥ മുഴുവൻ രാമൻ, ലക്ഷ്മണൻ, സീത എന്നിവരുടെ മാത്രമല്ല, ആ കഥയിലെ കഥാപാത്രങ്ങളായ എല്ലാവരുടെയും കഥ അങ്ങേക്കറിയാം. അങ്ങേക്കറിയാത്തതായ ഒന്നും തന്നെ ഇനി ഉണ്ടാവുമില്ല. ഓരോരുത്തരുടെയും മനസ്സിലുള്ളതുപോലും അങ്ങേ അറിയും. അങ്ങ് നിർമ്മിക്കുവാൻ പോകുന്ന ഈ കാവ്യത്തിൽ ഒരസത്യവാക്ക് പോലും കാണുകയില്ല. അനിഷ്ടപൂർവ്വ വൃത്തിയിൽ ഉണ്ടാക്കിയ ആ ശ്ലോകത്തെ പറ്റിയാണോ അങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതേ വൃത്തത്തിൽ രാമന്റെ പുണ്യകഥ ഉണ്ടാക്കി മാലോകരെ കേൾപ്പിക്കുവാൻ ഞാൻ അങ്ങയോട് കൽപ്പിക്കുന്നു. അങ്ങ് നിർപ്പിക്കുന്ന ഈ കാവ്യം കൊണ്ട് ലോകം കൂടുതൽ ധന്യമാകും. രാമകഥ ലോകം സ്മരിക്കുന്ന കാലത്തോളം അങ്ങയുടെ നാമവും സ്മരിക്കപ്പെടും. ഈ ഉദ്യമം വഴി അങ്ങയുടെ നാമം അനശ്വരമായി തീരും. ഇത്രയും പറഞ്ഞ് ബ്രഹ്മാവ് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. വാൽമീകി അപ്പോഴും ഒരു സ്തംഭാവസ്ഥയിലായിരുന്നു. ശിഷ്യന്മാരും അതുപോലെ തന്നെ സ്ഥിതി ചെയ്തു. അവർ ആ ശ്ലോകം വീണ്ടും വീണ്ടും ഉരുക്കഴിച്ചു. ഓരോ ആവർത്തനോടൊപ്പം അത്ഭുതവും വളർന്നു വന്നു. സ്വയം പരിശുദ്ധി വരുത്തുവാനായി വാൽമീകി ജലസ്പർശം ചെയ്തു. അതിനുശേഷം നിലത്ത് ദർഭ വിരിച്ചു. അദ്ദേഹം അതിന്മേൽ കിഴക്കോട് തിരിഞ്ഞു നിന്നു. കണ്ണടച്ച് സമാധിയിലായി. തന്നെ ഏൽപ്പിച്ച പണിയെപ്പറ്റി അദ്ദേഹം ചിന്തിച്ചു. ഭഗവാൻ ആദേശിച്ചതുപോലെ എൻ്റെ മനസ്സിലുദിച്ച ശ്ലോകരൂപത്തിലുള്ള വൃത്തിയിൽ ഞാൻ കാവ്യം നിർമ്മിക്കും. അത് രാമന്റെ കഥയായിരിക്കും. ഞാനിത് രാമായണം എന്ന പേർ നൽകും. കൂടുതൽ കൂടുതൽ ചിന്തിക്കും തോറും അദ്ദേഹത്തിൻ്റെ വീക്ഷണവും ബുദ്ധിചാതുര്യവും കൂടുതൽ കൂടുതൽ വ്യക്തമായി വന്നു. നടന്ന സംഭവങ്ങൾ ഒന്നൊഴിയാതെ ദിവ്യ ചക്ഷസ്സുകൊണ്ട് കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വൃദ്ധനായ ദശരഥ മഹാരാജാവിന് ചുറ്റിനും ഭാര്യമാരോടും കൂടി തൻ്റെ 4 പുത്രന്മാരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി നോക്കി നിൽക്കുന്നത് അദ്ദേഹം മനസ്സിൽ ചിത്രീകരിച്ചു. അദ്ദേഹം സീതയോടുകൂടി രാമലക്ഷ്മണന്മാരെയും ദണ്ഡകാരുണ്യത്തിൽ കണ്ടു. തൻ്റെ ഉള്ളം കയ്യിലെന്ന പോലെ അത് അത്ര വ്യക്തമായിരുന്നു. അദ്ദേഹത്തിന് മഹാനായ ഋഷി മഹത്തായ രാമകഥ ലോകത്തിനു വേണ്ടി ആഖ്യാനം ചെയ്തു. അപൂർവം അനർഘവുമായ രത്നങ്ങൾ നിറഞ്ഞ സമുദ്രം പോലെ ഉത്കൃഷ്ട ചിന്തകളാലും ശ്രേഷ്ഠ ചിന്തകളാലും നിറയപ്പെട്ടതായിരുന്നു ആ കാവ്യം. രാമനെപ്പറ്റി നാരദൻ പറഞ്ഞ വാൽമീകി ഓർമ്മിപ്പിച്ചു.
അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം കാവ്യം രചിച്ചത്. വാക്കുകളുടെ ഘടന കുറ്റമറ്റതായിരുന്നു. മനസ്സിനും ചെവിക്കും അത് ആനന്ദസന്തകമായിരുന്നു. ശബ്ദഭംഗി തികഞ്ഞ ആ കാവ്യം അർത്ഥത്തിൽ ഹിമാലയ സരസിലെ സ്വച്ഛജലം പോലെ വ്യക്തമാതായിരുന്നു. അല്പകാലം കൊണ്ട് അത് നിർമ്മിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. രാമന്റെ കഥ പറയുന്ന രാമായണം എന്ന ഇതിഹാസം അദ്ദേഹം നിർമ്മിച്ചു തീർന്നപ്പോൾ അതിൽ 24,000 ശ്ലോകങ്ങളുണ്ടായിരുന്നു. ഋഷിക്ക് കാവ്യ നിർമ്മാണത്തിൽ ആത്മസംതൃപ്തി ഉണ്ടായി. അദ്ദേഹത്തിനെ 6 കാണ്ഡങ്ങളായി വിഭജിച്ചു. അതിൽ 500 അധ്യായങ്ങളുണ്ടായിരുന്നു. കാവ്യം നിർമ്മിച്ച ശേഷം അത് ഉച്ചത്തിൽ പാരായണം ചെയ്യുവാനും പ്രചരിപ്പിക്കുവാനും പറ്റിയ ആൾ ആരായിരിക്കുമെന്ന് വാൽമീകി സംശയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കെ തന്നെ 2 യുവാക്കൾ, കുശനും ലവനും, അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം പ്രണമിക്കുകയും പാദപാംസുകൾ ശിരസിലണിയുകയും ചെയ്തു. ആ രാജപുരാന്മാർ വിദ്യ അഭ്യസിക്കുവാനായി ഋഷിയുടെ അടുത്ത് താമസിക്കുകയായിരുന്നു. അവർക്ക് ആകർഷമായ ശബ്ദമാധുര്യം ജന്മസിദ്ധമായിരുന്നു. ഇരട്ട പെറ്റവരായതുകൊണ്ട് രൂപത്തിലെന്ന പോലെ ശബ്ദത്തിലും അവർക്ക് ഐക്യരൂപമുണ്ടായിരുന്നു. വാൽമീകി അവരെ രാമായണ കാവ്യം പഠിപ്പിച്ചു. അവരത് പഠിച്ചു. വീണയുടെ ശ്രുതിക്കൊപ്പം പാടുകയും ചെയ്തു. അവർ ഗന്ധർവന്മാരെ പോലെ പാടിക്കൊണ്ടേയിരുന്നു. ഈ സുന്ദരമായ മധുരമായി സംസാരിക്കുന്ന നീണ്ട കണ്ണുകളോട് കൂടിയ ബാലന്മാർ രാമന്റെ പുത്രന്മാരായിരുന്നു. ആ കാവ്യം മുഴുവൻ ഹൃദയസ്ഥമാക്കിയ ശേഷം അവർ ഓരോ ആശ്രമത്തിലായി സഞ്ചരിച്ച് രാമകഥ പാടിക്കൊണ്ടേയിരുന്നു. ഒരിക്കൽ രാമൻ അശ്വമേധൻ എന്ന യാഗം നടത്തുകയായിരുന്നു. ഈ കുമാരന്മാർ മരവുരിയും മാന്തോലും ധരിച്ച് യാഗസ്ഥലത്തിലേക്ക് പോയി. അവിടെ ഒത്തുകൂടിയ ഋഷിമാർ അവരെ രാമായണം പാടി കേൾപ്പിച്ചു. ഒരു കാവ്യത്തിനുണ്ടാവേണ്ടതും നവരസങ്ങൾ തുളുമ്പുന്നതുമായ ഈ കഥ കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടെ ഋഷിമാർ കേട്ടുകൊണ്ടേയിരുന്നു. ആ ബാലന്മാരെ അവർ പ്രശംസിച്ചു. ഈ വർത്തമാനം രാജാവായ രാമന്റെ ചെവിയിലെത്തി. വീണയും കയ്യിലേന്തിയ അദ്ദേഹം കണ്ടു. അവരുടെ ശബ്ദം ശ്രവിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജിജ്ഞാസ കത്തിച്ചൊലിച്ചു. അദ്ദേഹം അവർക്ക് ആളെ അയച്ചു. അവർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തി. രാമൻ അവരെ സ്വാഗതം ചെയ്തു. മന്ത്രിമാരന്മാരായാലും പ്രിയ സഹോദരന്മാരായാലും ചുറ്റപ്പെട്ട് അദ്ദേഹം സഭാമന്ദിരത്തിലേക്ക് ഇരിക്കുകയായിരുന്നു. യുവാക്കന്മാർ അദ്ദേഹത്തെ ആകർഷനായി. അദ്ദേഹം സഹോദരന്മാരോടായി പറഞ്ഞു, എന്തോ ഒരു ദൈവികമായ തേജസ് ഇവരിൽ പ്രകാശിക്കുന്നു. ഇവരുടെ ശബ്ദവും സ്വർഗീയമായിരിക്കുന്നു. നമുക്കിവർ പാടുന്നത് കേൾക്കാം. വീണനാദത്തോടു കൂടിയ വിശ്വമായ ഗാനം സഭാമന്ദിരത്തിൽ അലതന്നി. കഥ പുരോഗമിച്ചതോടെ സിംഹാസന രൂഢനായിരുന്ന രാമൻ തൻ്റെ ഔദ്യോഗിക നിലം വിട്ട് അടിച്ചു താഴേക്കിറങ്ങി. അദ്ദേഹം മറ്റുള്ളവരോട് നിലത്തിരുന്ന് മനോഹരമായ കാവ്യം കേൾക്കുവാൻ തുടങ്ങി. അദ്ദേഹം മന്ത്രമുഗ്ധനെന്ന പോലെ ഇരുന്നു. അത് മറ്റേതോ ഒരാളുടെ കഥയാണെന്ന രീതിയിൽ അദ്ദേഹം അത് ശ്രദ്ധിച്ചു കേട്ടു. അദ്ദേഹത്തിൻ്റെ നയനങ്ങളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ധാരധാരയായി ഒഴുകി. ഈ കഥ മനു സ്ഥാപിച്ച മഹത്തായ രാജവംശത്തിൻ്റെതാണ്. ഇക്ഷ്വാകാഗു എന്ന നാമധേയം ഇതിന് ശാശ്വതമാക്കി. പിന്നീട് സഗരൻ തുടങ്ങിയവരും കാവ്യം തുടങ്ങി. ഇങ്ങനെയാണ്. കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമ പോലെ ഇരുന്ന രാമൻ ഈ കഥ കേട്ടു. കോസലം എന്ന രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിൻ്റെ അതിർത്തിയിലാണ് സരയൂ നദി ഒഴുകിയിരുന്നത്. പ്രജാധിപതികളിൽ ഒരുവനായ മനുവിൻ്റെ പിൻഗാമികളായിരുന്നു ഈശ്വാവംശ മനുഷ്യരുടെ ആ രാജ്യം. കോസലം മനോഹരമായിരുന്നു. മണ്ണിൻ്റെയും സമൃദ്ധിക്കും പച്ചപ്പിനും വിളയുടെ സമൃദ്ധിക്കും സമ്പത്തിനും ഐശ്വര്യത്തിനും സുപ്രസിദ്ധമായിരുന്നു. അതിനെ ഭരിച്ചിരുന്ന സൂര്യവംശ രാജാക്കന്മാർ വീര്യത്തിനും ധർമ്മിഷ്ഠതയ്ക്കും പേർ കൂടുന്നവരായിരുന്നു. കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യ നഗരി ഉണ്ടാക്കിയത് നീതി നിർമ്മാതാവായ സാക്ഷാൽ മനുവാണ് എന്നതായിരുന്നു പരമ്പരാഗതമായ വിശ്വാസം. ആ നഗരത്തിൻ്റെ നിർമ്മാണം അത്ഭുതകരമായിരുന്നു. അതിൻ്റെ വിസ്തൃതമായ വീഥികളിൽ രാജാവ് ദിവസവും സവാരി ചെയ്തിരുന്നു. വീഥികൾ ഏറ്റവും ചാതുര്യത്തോടെയാണ് നിർമ്മിച്ചിരുന്നത്. രാജ്യമാർഗം പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചും സുഗന്ധജലം തെളിച്ചതുമായിരുന്നു. ഇന്ദ്രപുരിയായ അമരാവതി പോലെയായിരുന്നു അയോധ്യ. ഇന്ദ്രൻ അമരാവതി എന്ന പോലെ ദശരഥൻ അയോധ്യ ഭരിച്ചുപോന്നു. വലിയ ഈശ്വരവിശ്വാസിയും ഭക്തനുമായിരുന്നതുകൊണ്ട് അദ്ദേഹം രാജകൃഷി എന്ന നാമത്തിലാണ് അറിയപ്പെട്ടത്. അദ്ദേഹം വലിയ ബുദ്ധിമാനായിരുന്നു. തൻ്റെ സൽസ്വഭാവം മൂലം അദ്ദേഹം ജനപ്രീതി ആർജിച്ചു. ഇക്ഷ്വാകു വംശത്തിലെ സന്തതിക്കൊത്ത വിധം സൗമ്യതയും ശൂരതയും ഇടകലർന്ന സ്വഭാവം മൂലം അദ്ദേഹം ഋഷിമാരുടെയും പ്രജകളുടെയും പ്രീതിക്ക് പാത്രമായി. രാജാവ് ചെയ്യേണ്ടതായ യജ്ഞങ്ങളെല്ലാം അദ്ദേഹം ചെയ്തു. ജനങ്ങൾ സുഖികളും സംതൃപ്തരുമായി. അസൂയ ആരിലും ഉണ്ടായിരുന്നില്ല. ആരും രോഗികളുമായിരുന്നില്ല. എല്ലാവരും സമ്പന്നരും ശ്രേഷ്ഠരുമായിരുന്നു. ഹീനത്വമോ വിഷമോ ദുർക്ഷാമോ ആർക്കും ഉണ്ടായിരുന്നില്ല.
ജനങ്ങൾ വിദ്യാസമ്പന്നരും ഈശ്വരവിശ്വാസികളുമായിരുന്നു. ദുഃഖം ആരിലും കാണപ്പെട്ടില്ല. ഇക്ഷ്വാകു വംശത്തിലെ ദശരഥൻ ഏറ്റവും മഹാനായ ഒരു രാജാവായിരുന്നു. പ്രധാന കാര്യങ്ങളിൽ രാജാവിനെ ഉദ്ദേശിക്കുവാൻ വിദഗ്ധനായ 8 മന്ത്രിമാരുണ്ടായിരുന്നു. അവർ ബുദ്ധിമാന്മാരും നയജ്ഞരും രാജാവിൻ്റെയും പ്രജകളുടെയും ക്ഷേമത്തിൽ തൽപരരുമായിരുന്നു. അവരുടെ പേരുകൾ ധൃതി, ജയന്തൻ, വിജയൻ, സിദ്ധാർത്ഥൻ, അർത്ഥസാധകൻ, അശോകൻ, മന്ത്രപാലൻ, സുമന്ത്രൻ എന്നിവരായിരുന്നു. മതാചാരങ്ങളെയും ധർമാചാരങ്ങളെയും പറ്റി ഉപദേശിക്കുവാൻ രാജാവിന് യോഗ്യന്മാരായ പുരോഹിതന്മാരുണ്ടായിരുന്നു. വസിഷ്ഠനും വാമദേവനുമായിരുന്നു അവരിൽ പ്രധാനികൾ. അവർ വിദ്വാൻമാരും മഹാജ്ഞാനികളുമായിരുന്നു. ആത്മനിയന്ത്രണത്തിനും തപസ്സിനും പേരുകേട്ടവരായിരുന്നു. രാജാവിൻ്റെയും പ്രജകളുടെയും നന്മയെപ്പറ്റി മാത്രമേ അവർക്ക് ചിന്തയുണ്ടായിരുന്നുള്ളൂ. രാജാവിൻ്റെ മന്ത്രിമാർ ഏറ്റവും പ്രാപ്തനായിരുന്നതിനാൽ ഒന്നും തന്നെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തതായി ഉണ്ടായിരുന്നില്ല. അയൽ രാജ്യങ്ങളിലെ സംഭവങ്ങൾ പോലും അവർ അറിഞ്ഞിരുന്നു. രാജാവിൻ്റെ ഭണ്ഡാരം എപ്പോഴും നിറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നെൽപുരയും ധാന്യശേഖരവും. അങ്ങനെയൊക്കെ ആയിട്ടും രാജാവിനൊരു സുഖമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ സംതൃപ്തനാക്കുവാൻ അദ്ദേഹത്തിനൊരു പുത്രനുണ്ടായിരുന്നില്ല. പിന്തുടർച്ചക്കാരും ഒന്നുമില്ലാതെ ഇക്വാംശു വംശു മുടിയുമെന്ന നിലയിലായി. ഇത് കാരണം ദശരഥൻ ദുഃഖിതനായി തീർന്നു. അദ്ദേഹത്തെ ദിവാനിഷം കാർന്നു തിന്നതുകൊണ്ടേയിരുന്നു. പ്രായം കൂടുന്തോറും അദ്ദേഹത്തിന് ദുഃഖവും കൂടി വന്നു. ഒരു ദിവസം ചിന്താവിഷ്ടയായിരിക്കെ രാജാവ് ഇപ്രകാരം വിചാരിച്ചു: ഞാനൊരു അശ്വമേധയാഗം ചെയ്താൽ എന്താണ്? ഫലപ്രാപ്തിയുള്ള ആയോഗമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായേക്കാം. അദ്ദേഹം തൻ്റെ ഉപദേശകന്മാരുടെ ഒരു യാഗം വിളിച്ചു കൂട്ടി. മതപരമായ കാര്യങ്ങളിൽ തന്നെ ഉപദേശിക്കാറുള്ള ഋഷിമാരെ വിളിച്ചു കൊണ്ടുവരുവാൻ അദ്ദേഹം സമുദ്രനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു: സുമദ്ര, വന്ധ്യഗുരുക്കന്മാരായ വസിഷ്ഠൻ, വാമദേവൻ, സുയജ്ഞൻ, ജാമ്പാലി, കാശ്യപൻ എന്നിവരെയും അവരുടെ ശിഷ്യന്മാരെയും എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരും. സുമന്ത്രൻ അവരെ സഭാമന്ദിരത്തിലേക്ക് അയനയിച്ചു. രാജാവ് അവരെ യഥായോഗ്യം സൽക്കരിച്ചിരുത്തിയ ശേഷം അവരോട് ഇങ്ങനെ പറഞ്ഞു: ഈ രാജ്യത്ത് അപാരമായ ധനസമ്പത്തുണ്ട്. ആനന്ദിക്കുവാനുള്ള അനവധി വസ്തുക്കൾ ഇവിടെയുണ്ടെങ്കിലും എൻ്റെ മനസ്സ് ദുഃഖാലബ്ധിയിലുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പുത്രനില്ല, അതുതന്നെ ദുഃഖിതനാകുന്നു. അശ്വമേധയാഗം നടത്തിയാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുമെന്ന് തോന്നുന്നു. ഈ ചിന്ത എന്നെ സദാ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ കുലങ്കഷമായി ചിന്തിച്ച് എൻ്റെ ചിന്ത ശരിയാണോ എന്ന് പറയുക. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അവർ അംഗീകരിച്ചു. ഹേ രാജാവേ, ഇക്ഷ്വാകു വംശത്തിൽ നിലനിർത്തുവാൻ വേണ്ടി അശ്വമേധയാഗം ചെയ്യണമെന്നുള്ള അങ്ങയുടെ ആഗ്രഹം സ്തുത്യർഹമായിരുന്നു. ഈ ഒരു ചിന്ത അങ്ങയുടെ ഉള്ളിൽ ഉദിച്ചത് തന്നെ അഗ്രസാധ്യത്തിൻ്റെ ലക്ഷണമാണ്. യാഗത്തിനുള്ള ഒരുക്കങ്ങൾ എത്രയും വേഗം തുടങ്ങുക. ഈ നിമിഷം മുതൽ നമുക്കിതിനുള്ള ശ്രമം തുടങ്ങാം. അശ്വത്തെ കണ്ടെത്തുക, സരയൂ നദിയുടെ വടക്കുഭാഗത്ത് യജ്ഞശാല ഉണ്ടാക്കുക. സഭയിൽ സന്നിഹിതരായവരുടെ അഭിപ്രായം കേട്ട് രാജാവ് അത്യധികം സന്തോഷിച്ചു. അദ്ദേഹം മന്ത്രിമാരോട് പറഞ്ഞു: എൻ്റെ ആചാര്യന്മാരുടെ ഉപദേശമനുസരിച്ച് എല്ലാ ഒരുക്കങ്ങളും ചെയ്യും. അവരുടെ നിർദ്ദേശം പോലെ സരയൂ നദിയുടെ വടക്കേ തീരത്ത് യജ്ഞശാല പണിയും. എല്ലാം വേണ്ട പോലെ ആവണം. എന്തെങ്കിലും ലോപം സംഭവിച്ചാൽ അതികഠിനമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം. ഉപദേഷ്ടാക്കളായ വസിഷ്ഠാദികളുടെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം കേൾക്കണം. ഞങ്ങൾ അങ്ങയുടെയും മറ്റു മഹാന്മാരുടെയും ആദേശങ്ങൾ അനുസരിച്ചു കൊണ്ടേയിരിക്കും. മന്ത്രിമാർ പറഞ്ഞു. സഭ പിരിഞ്ഞു. രാജാവിൻ്റെ മുഖത്ത് അസാധാരണമായൊരു പ്രകാശം കാണപ്പെട്ടു. തനിക്കൊരു പുത്രനുണ്ടാവുമെന്ന് തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. മനസ്സിൽ ആ ചിന്തയോടെ അദ്ദേഹം അന്തഃപുരത്തിൽ പ്രവേശിക്കുകയും തൻ്റെ തീരുമാനം ഭാര്യമാരെ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ മുറിയിൽ ഏകാഗിയായിരുന്ന സമയത്ത് സുമന്ത്രൻ അവിടെ കയറി വന്നു. അദ്ദേഹം പറഞ്ഞു: പ്രഭു, പണ്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഗതി പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഉടനെ അങ്ങയുടെ അടുത്ത് വന്ന് ആ വിവരം പറയണമെന്ന് എനിക്ക് തോന്നി. സംഗതി വളരെ പഴക്കമുള്ളതാണ്. അതിനാൽ അതിൻ്റെ ഓർമ്മയിൽ മറഞ്ഞു കിടക്കുകയായിരുന്നു. പക്ഷേ യാഗത്തെപ്പറ്റി അങ്ങ് പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മറ്റു പല ഋഷിമാന്മാരുടെയും സാന്നിധ്യത്തിൽ വെച്ച് മഹാനായ സനൽകുമ മഹർഷി അങ്ങയ്ക്കൊരു പുത്രൻ ഉണ്ടാകുവാനുള്ള യോഗമുണ്ടെന്ന് പറയുകയുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: മഹാനായ കാശ്യപക മഹർഷിക്ക് വിഭാണ്ഡകൻ എന്ന പേരനായ പുത്രനുണ്ട്. ആ വിഭാണ്ഡകനെ ഋഷിക്ക് ഋഷ്യശൃംഗൻ എന്നൊരു പുത്രനുണ്ടാവും. ആ വിഭാണ്ഡകന്റെ പുത്രൻ പിതാവെന്ന് വെച്ചാൽ കാട്ടിൽ വസിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് മനുഷ്യ സമ്പർക്കം ഉണ്ടാവില്ല. ലോകരീതി അതിജ്ഞമായിരിക്കും. കാലക്രമേണ അംഗരാജ്യത്ത് ഒരു രാജാവ് ഭരിക്കുവാൻ തുടങ്ങും. അദ്ദേഹം രോമപാതൻ എന്ന് വിളിക്കപ്പെടും. രാജാവിൻ്റെ ഒരു ദുഷ്കൃത്യം കാരണം രാജ്യത്ത് കഷ്ടകാലം വന്നു ചേരും. ഘോരമായ ദുർഭിക്ഷ അവിടെ ഉണ്ടാവും. രാജാവ് പുണ്യാത്മാക്കളുടെ ഉപദേശം തേടും.
ദേവപ്രീതി വരുത്തി രാജ്യത്ത് മഴ പെയ്യിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന അഭിപ്രായം ആരായി. പുണ്യാൽമക്കൾ പറയും, ഹേ രാജാവേ, വിവാണ്ടക പുത്രനായ ഋഷ്യശൃംഗനെ അങ്ങയുടെ രാജ്യത്തേക്ക് അയച്ചാൽ തൽഫലമായി മഴ പെയ്യും. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങയുടെ പുത്രിയായ ശാന്തയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കുക. എന്നാൽ ഈ ഭീകരമായ ക്ഷാമത്തിന് ഒരു അറുതി വരും. ഇതെങ്ങനെ സാധിക്കുമെന്ന് രാജാവിൻ്റെ വിചാരം. അദ്ദേഹം തൻ്റെ ഗുരുക്കന്മാരോടും ബുദ്ധിമാന്മാരായ മഹർഷിമാരോടും ഉപദേശം തേടും. വിഭാണ്ഡകന്റെ കോപസ്വഭാവത്തെപ്പറ്റി അറിയാമായിരുന്ന അവർ അവസാനം കൊട്ടാരത്തിലെ വേശ്യയെ കാട്ടിലേക്ക് അയക്കുവാൻ ഉപദേശിക്കും. അതിലവർ വിജയിക്കുകയും ചെയ്യും. ഈ ഋഷ്യശൃംഗൻ ദശരഥൻ നടത്തുന്ന പല യജ്ഞത്തിലും യജമാനായി പ്രവർത്തിക്കും. രാജാവിന് സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. സുമന്ത്രൻ തുടർന്നു, പ്രഭു, ഗുരു വസിഷ്ഠന്റെ അനുവാദപ്രകാരം ഋഷ്യശൃംഗനെ സമീപിക്കുകയും ചെയ്യുന്ന പക്ഷം സനൽകുമാരന്റെ പ്രവചനം ഫലിക്കുമെന്ന് തീർച്ചയാണ്. അങ്ങ് 4 പുത്രന്മാരുടെ അച്ഛനായി തീരുമെന്നും അവർ ലോകപ്രശസ്തരായ വീരന്മാരായി തീരുമെന്നും സനൽകുമാരൻ പറഞ്ഞിട്ടുള്ളതായി ഞങ്ങളോട് അറിയിച്ചു പറയുന്നു. ദയവായി അംഗരാജ്യത്തേക്ക് പുറപ്പെടുക. ഒട്ടും താമസിക്കുകയോ മടക്കുകയോ വേണ്ട. സുമന്ത്രൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി ദശരഥൻ വസിഷ്ഠനോടും വാമദേവനോടും പറഞ്ഞു. യാഗത്തിന്റെ നടത്തിപ്പിന് ഋഷ്യശൃംഗം കൂടി ഉണ്ടാവുന്നത് ആചാര്യന്മാരെ കൂടുതൽ സന്തോഷിപ്പിച്ചു. അതിനാൽ രാജാവ് തന്റെ ആചാര്യന്മാരോടും മന്ത്രിമാരോടും സൈന്യത്തോടും കൂടി അംഗരാജ്യത്തിലേക്ക് പുറപ്പെട്ടു. കാടും മേടും കടന്ന് പല രാജ്യങ്ങളുടെയും സഞ്ചരിച്ച് അവർ രോമപദത്തിന്റെ നഗരത്തിലെത്തി. മഹാനായ കോസല ചക്രവർത്തി വരുന്നതായി കേട്ട് രാമപാദൻ വേഗത്തിൽ അദ്ദേഹത്തെ എതിരേൽക്കാനായി നഗര കവാടത്തിലെത്തി. ഇരു രാജാക്കന്മാരും പരസ്പരം സമ്മേളിക്കുകയും ഋഷ്യശൃംഗന്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹം ഒരു ദീപനാളം പോലെ പ്രശോഭിച്ചു. കോസല രാജാവ് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണു. താനും ദശരഥനും തമ്മിലുള്ള സദൃഢമായ മൈത്രിയെപ്പറ്റി രോമപാദൻ അദ്ദേഹത്തോട് പറഞ്ഞു. അവർ 7 ദിവസം ഒരുമിച്ച് സുഖമായി ചെലവഴിച്ചു. 8ാം ദിവസം ദശരഥൻ തൻ്റെ ചങ്ങാതിയോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സ്നേഹിത, ഞാൻ അങ്ങയോട് ഒരു വരം ചോദിക്കുകയാണ്. അങ്ങയും അങ്ങയുടെ മഹാനായ പുത്രഭർത്താവും അല്പകാലത്തേക്ക് എൻ്റെ രാജ്യത്തേക്ക് വന്ന് താമസിക്കാമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടുവാൻ എന്നെ സഹായിക്കണം. താൻ നടത്താൻ ഉദ്ദേശിക്കുന്ന യാഗത്തെപ്പറ്റി പിന്നീട് അദ്ദേഹം രോമപാദനോട് പറഞ്ഞു. അനന്തരം അദ്ദേഹം ഋഷ്യശൃംഗനെ സമീപിക്കുകയും തൻ്റെ യാഗത്തിന് അധ്യക്ഷത വഹിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ആവട്ടെ എന്ന് ഋഷി പറഞ്ഞു. ദശരഥനോടൊപ്പം അയോധ്യയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. സ്നേഹപൂർണമായ യാത്ര പറയലോടെ ആ ചങ്ങാതിമാരും തമ്മിൽ പിരിഞ്ഞു. വിശിഷ്ടാദികളുടെ വരവേൽപ്പിന് തയ്യാറാവാനായി ഒരു സംഘം ദൂതന്മാരെ ദശരഥൻ മുൻകൂട്ടി നഗരത്തിലേക്ക് അയച്ചു. അവർ നഗരത്തിലെത്തിയപ്പോൾ വീഥികൾ കൊടികൂറലാലും പൂമാലകളാലും അലങ്കരിക്കപ്പെട്ടു. നഗരത്തിലാകെ ഒരു ഉത്സവ പ്രതിനിധിയായിരുന്നു. രാജാവ് ഋഷിയെ പത്നിയെയും അന്തപുരത്തിലേക്ക് അയച്ചു. അവർക്കായി ഏർപ്പെടുത്തിയിരുന്ന പ്രത്യേക മുറികളിൽ അവരെ താമസിക്കുകയും ചെയ്തു. അവരെ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതോടെ തൻ്റെ യജ്ഞം സഫലമായെന്നൊരു തോന്നൽ രാജാവിനുണ്ടായി. വസന്ത ഋതു വന്നണിഞ്ഞു. നദികൾ തെളിഞ്ഞ ജലം കൊണ്ട് നിറഞ്ഞു. വൃക്ഷങ്ങൾ തളർന്ന ഇലകൾ കൊണ്ട് നിറഞ്ഞു. വിശിഷ്ടാദിയായ ഋഷ്യശൃംഗനെ സമീപിച്ച് രാജാവ് യാഗകാര്യങ്ങളെ അഭ്യർത്ഥിച്ചു. ഋഷ്യശൃംഗൻ പറഞ്ഞു, വസന്തം വന്ന സ്ഥിതിക്ക് യാഗാരംഭത്തിന് ഉത്തമമായ സമയമായെന്നേക്ക് എനിക്ക് തോന്നുന്നു. അങ്ങയുടെ മന്ത്രിമാരോടും ഭൃത്യന്മാരോടും യാഗത്തിനുള്ള സംഭാരങ്ങൾ സംഭരിക്കുവാൻ കൽപ്പന കൊടുക്കണം. യാഗാശത്തെ ഭാരതവർഷത്തിനു ചുറ്റി സഞ്ചരിക്കുവാനായി വിടുകയും വേണം. അദ്ദേഹത്തിന്റെ വാക്ക് രാജാവ് ആദരവോടെ കേട്ടു. വിശദാംശങ്ങളെപ്പറ്റി ശ്രദ്ധാപൂർവം നോക്കുവാൻ സുമന്ത്രനോട് കൽപ്പിച്ചു. വസിഷ്ഠൻ, വാമദേവൻ, സുയജ്ഞൻ മുതലായ ഗുരുക്കന്മാരെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. സർവ്വവിദ്യാഭ്യാസ സമ്പന്നരും ദേവജ്ഞരുമായ അവർ വന്നു ചേർന്നു. അവരെ ബഹുമാനിച്ച് ആസനസ്ഥരാക്കിയ ശേഷം രാജാവ് തന്റെ സത്വസിദ്ധമായ വിനയത്തോടെ ഇങ്ങനെ പറഞ്ഞു. പ്രബലമായ ഇക്ഷ്വാകു വംശം നിലനിർത്തുവാൻ ഒരു പുത്രൻ എനിക്കുണ്ടാകാത്തതിൽ ഞാൻ എത്രമാത്രം വേദനയ്ക്കുണ്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. മഹാനായ ഋഷ്യശൃംഗന്റെ അധ്യക്ഷത്തിൽ ഒരു യാഗം നടത്തിയാൽ എൻ്റെ ദുഃഖത്തിന് ശമനമുണ്ടാവുമെന്ന് ഋഷിമാരുടെ പ്രവചനം. എന്നെ അനുഗ്രഹിച്ച് ഈ യാഗാരംഭത്തിന് അനുവാദം നൽകാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വസിഷ്ഠാദികൾ രാജാവിൻ്റെ വിനയത്തിൽ സന്തുഷ്ടരായി. ഏറ്റവും ധർമ്മിഷ്ഠനായ ദശരഥ മഹാരാജാവ് തന്നെ കീർത്തിയുടെ പരമാകാഷ്ഠയിലെത്തുന്ന ഈ യാഗം ചെയ്യുവാൻ പോകുന്നു എന്നതിൽ അവർ വളരെ സന്തുഷ്ടരായി. ഋഷ്യശൃംഗനോടൊപ്പം അവരും യാഗത്തിന് വേണ്ടത് ഒരുക്കുവാൻ തുടങ്ങി. അവർ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു, യാതൊരു തടസ്സവും കൂടാതെ യജ്ഞം നടത്തിക്കൊള്ളാമെന്ന് ഞങ്ങളോട് ഉറപ്പു തരുന്നു. അങ്ങയുടെ ആഗ്രഹം തീർച്ചയായും സഫലമാകും. സരയൂ നദിയിലെ വടക്കേക്കരയിൽ
യജ്ഞശാല നിർമ്മിക്കപ്പെട്ടു. യജ്ഞത്തിനുള്ള സാമഗ്രികൾ അതിവേഗത്തിൽ ഒരുക്കുവാൻ തുടങ്ങി. ഋതുക്കൾ വേഗം നീങ്ങി. വസന്തം ഒരിക്കൽ കൂടി വന്നെത്തി. കായ്ക്കാത്ത വൃക്ഷങ്ങൾ പോലും പുതിയ കായ്ക്കളിൽ നിറഞ്ഞു. വായു പോലും കൂടുതൽ സ്വതന്ത്രമായി വീശുന്നുണ്ടെന്ന് തോന്നി. യജ്ഞം ആരംഭിക്കുകയായി എന്നോർത്ത് രാജവംശ രാജിമാരും സന്തോഷഭരിതമായി. നഗരവാസികളും ആഹ്ലാദം പൂണ്ടു. ദശരഥൻ വസിഷ്ഠാദികളുടെ പാദപുസ്തകങ്ങൾ ശിരസിൽ ധരിച്ചു. അദ്ദേഹം ഗുരുവിനോട് പറഞ്ഞു, പ്രഭു, അങ്ങന്റെ ആചാര്യനാണല്ലോ. എനിക്ക് ഗായത്രി ഉപദേശിച്ചു തന്നാൽ എന്നെനിക്ക് അച്ഛനെ പോലെയാണ്. ഈ യജ്ഞം വിജയപ്രദമാകും വഴി എൻ്റെ സുഖിയായി തീർക്കേണ്ടത് അങ്ങയുടെ ചുമതലയാണ്. ഭാരതവർഷത്തിലെ എല്ലാ രാജാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ ആ യജ്ഞം ഒരു കുറ്റവും കൂടാതെ നിർവഹിക്കപ്പെട്ടു. അശ്വമേധയാഗം അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നു. ആ സമയത്ത് രാജാവ് പുത്രനുണ്ടാകാൻ വേണ്ടിയുള്ളതായ പുത്രകാമേഷ്ടി എന്ന യാഗം ചെയ്യുവാൻ തന്നെ സഹായിക്കണമെന്ന് ഋഷ്യശൃംഖനോട് ഉപദേശിച്ചു. ഒരു നിമിഷം ചിന്തിച്ച ശേഷം ഋഷി പറഞ്ഞു, അഥർവവേദത്തിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ട്. എനിക്കത് മുഴുവൻ അറിയാം. അങ്ങയ്ക്ക് വേണ്ടി ഞാനത് നടത്തിത്തരാം. ഒരു ശുഭമുഹൂർത്തത്തിൽ പുത്രകാമേഷ്ടി എന്ന യാഗം തുടങ്ങി. സ്വർഗവാസികൾ തങ്ങൾക്ക് ആവശ്യപ്പെട്ട ഫലസിനായി ആകാശത്തിൽ നിറഞ്ഞു. അശ്വമേധം നടത്തിക്കൊണ്ടിരിക്കെ ഇന്ദ്രനെ മുമ്പിലാക്കിക്കൊണ്ട് ദേവന്മാർ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. അവർ പറഞ്ഞു, പ്രഭു, ഞങ്ങൾ വലിയ സങ്കടത്തിൽ പെട്ടിരിക്കുന്നു. അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയൂ. അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തെന്നറിയുവാൻ ബ്രഹ്മാവ് ആഗ്രഹം പ്രകടിപ്പിച്ചു. അവർ പറഞ്ഞു, രാവണന്റെ വീര്യം ഞങ്ങൾക്ക് പൊറുക്കാനാവുന്നില്ല. അദ്ദേഹം ഞങ്ങളെ വല്ലാതെ ശല്യപ്പെടുത്തുകയാണ്. ഇനി ഒട്ടും തന്നെ സഹിക്കുവാൻ വയ്യ എന്ന നിലയിലായിരിക്കുന്നു കാര്യങ്ങൾ. കരുണാമയനായ അവിടുന്ന് വരങ്ങൾ നൽകി അദ്ദേഹത്തെ എന്തെന്നില്ലാതെ ഒരു പ്രബലനാക്കി തീർന്നു. ഒരു പ്രാബല്യം ഞങ്ങളുടെ അദ്ദേഹത്തിന് അടിമകളാക്കി തീർത്തിരിക്കുന്നു. അദ്ദേഹം ഞങ്ങളോട് ചെയ്യുന്ന അപമാനങ്ങൾ സഹിച്ച് ഞങ്ങൾ തോറ്റിരിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹമാണ് ഇതിനെല്ലാം കാരണം. പ്രഭു, ഞങ്ങളുടെ സഹനശക്തി അറ്റുപോയിരിക്കുന്നു. രാവണനിൽ നിന്നൊരു രക്ഷാമാർഗം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നേ പറ്റൂ. 3 ലോകങ്ങളെയും അദ്ദേഹം വിറപ്പിക്കുന്നു. അമരാവതിയെ പോലും വിടുന്നില്ല. ഋഷികളും ഗന്ധർവന്മാരും ഒക്കെ രാവണന്റെ ക്രൂരതയെ ഭയപ്പെട്ടു കഴിഞ്ഞു. അയാൾ ശിക്ഷിക്കുമെന്ന ഭയം മൂലം സൂര്യൻ വേണ്ടം പോലെ പ്രകാശിക്കുന്നില്ല. അസുര രാജാവിനെ ഭയന്ന് വായു വേണ്ട പോലെ വീശുന്നില്ല. അനന്ത്യമില്ലാതെ പ്രവർത്തിക്കുന്ന തിരമാലകൾ പോലും അയാൾ നോക്കിയാൽ പെട്ടെന്ന് നിന്നുപോകും. അങ്ങ് കൊടുത്തിട്ടുള്ള വരത്തിന്റെ ബലത്താൽ ഞങ്ങൾക്കാർക്കും തന്നെ അയാളെ കൊല്ലുവാനാവില്ല. രാവണനെ കൊല്ലുവാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടേണ്ടത് അങ്ങയുടെ ചുമതലയാണ്. ബ്രഹ്മാവ് അവർ പറഞ്ഞതെല്ലാം കേട്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. ദേവന്മാരിൽ നിന്നും ദാനവന്മാരിൽ നിന്നും രാക്ഷസന്മാരിൽ നിന്നും യക്ഷന്മാരിൽ നിന്നും ഗന്ധർവന്മാരിൽ നിന്നും രാവണന് മരണം സംഭവിക്കില്ല എന്ന് ഞാൻ വരം നൽകിയിട്ടുണ്ട്. അതിനാൽ നിങ്ങളൊക്കെ നിസ്സഹായരാണ്. അഹങ്കാരിയായ രാവണൻ മനുഷ്യനിൽ നിന്ന് അഭയം ആവശ്യപ്പെടുകയില്ല. അത്യാവശ്യപ്പെടത്തക്കവണ്ണം ഒരു വില അയാൾ മനുഷ്യന് നൽകിയിട്ടുമില്ല. അത് ചോദിക്കുവാൻ തന്നെ തൻ്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നതല്ലെന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കും. അതുകൊണ്ട് അയാളെ കൊല്ലുവാൻ മനുഷ്യൻ തന്നെ വരേണ്ടി വരും. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സർവേശ്വരനും ഗഞ്ചകൃതിയുമായ ശ്രീനാരായണൻ അവരുടെ മുമ്പിലെത്തി. മഞ്ഞപ്പട്ടെടുത്ത് ഗരുഡന്റെ പുറത്തിരുന്ന നാരായണൻ മേഘത്തിന്റെ മുകളിലെ സൂര്യനെ പോലെ കാണപ്പെട്ടു. ഭഗവാൻ നാരായണന്റെ വരം മൂലം ബ്രഹ്മാവും ദേവന്മാരും സന്തോഷം കൊണ്ട് മതിമറന്ന് ആയിത്തീർന്നു. അദ്ദേഹത്തെ അവർ ഇരുകൈകളിലും കൂപ്പി വന്ദിച്ചു. അവർ പറഞ്ഞു, ദയവായി ഞങ്ങളെ ദുഃഖത്തിൽ നിന്ന് കരകയറ്റിയാലും തിന്മയിൽ നിന്ന് രക്ഷിച്ചാലും രക്ഷയ്ക്കായി അങ്ങയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളെയും ഈ പ്രപഞ്ചത്തെയും അനുഗ്രഹിക്കണമെന്ന് ഏക ഉദ്ദേശത്തോടു കൂടി വന്നിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ കഥനകഥയെപ്പറ്റി പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലയോ? അങ്ങ് മനുഷ്യനായി പിറന്ന് രാവണനെ കൊല്ലുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. നാരായണൻ മന്ദസ്മിതം തൂക്കിക്കൊണ്ട് അവരെ സംഭാഷണം തുടരാൻ അനുവദിച്ചു. ബ്രഹ്മാവ് തുടർന്നു, പ്രഭു, സൂര്യവംശത്തിലെ ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി എന്ന യാഗം നടത്തുകയാണ്. ഋഷ്യശൃംഗ മഹർഷിയാണ് നടത്തുന്നത്. ദശരഥന് 3 ഭാര്യമാരുണ്ട്. അവിടുന്ന് ദയവായി ദശരഥ പുത്രനായി ജനിച്ച് ഞങ്ങൾക്ക് ആനന്ദം നൽകിയാൽ അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ടാകുമെന്നും 4 പേരും അവിടുത്തെ അംശങ്ങളായിരിക്കുമെന്നും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ അവതാരം മനുഷ്യ നന്മയ്ക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. പ്രഭു, അങ്ങ് വിചാരിച്ചാൽ മാത്രമേ രാവണനെ പരാജയപ്പെടുത്തുവാനാവൂ. മറ്റാർക്കും അത് കഴിയില്ല. അത്ര ശക്തനാണ് സാക്ഷാൽ രാവണൻ. ബ്രഹ്മാവിന്റെ വാക്കുകൾ ശ്രീനാരായണൻ സശ്രദ്ധം കേട്ടു. അദ്ദേഹം പറഞ്ഞു, മനുഷ്യനായി ജനിക്കുവാൻ ഞാൻ ഉറച്ചിരിക്കുന്നു. ദുഷ്ടനായ രാവണനെ അവന്റെ വംശത്തോടുകൂടി ഞാൻ നശിപ്പിക്കും. ഈ ഒരു ഉദ്ദേശം മാത്രമേ എനിക്കൂ. രാവണനെ കൊന്ന ശേഷം ഞാൻ 11,000 സംവത്സരം ലോകം ഭരിക്കും. ശ്രീനാരായണ ഭൂമിയിൽ അവതരിക്കുവാൻ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു.
തൻ്റെ പിതാവാകാൻ ആർക്കാണ് യോഗ്യത എന്ന് അദ്ദേഹം ആലോചിച്ചു. വലിയ സ്വാത്വികനും പുത്രകാമേഷ്ടി എന്ന് യാഗം ചെയ്യുന്നവനുമായ ദശരഥനും തൻ്റെ അച്ഛനെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അദ്ദേഹം ബ്രഹ്മാവിനോടും ദേവന്മാരോടും തൻ തീരുമാനത്തെപ്പറ്റി പറഞ്ഞു. തങ്ങളുടെ ദുഃഖങ്ങൾ അവസാനിക്കുകയാണ് എന്നറിഞ്ഞ് അവർ അത്യന്തം ആഹ്ലാദിച്ചു. അവർ അദ്ദേഹത്തെ നമസ്കരിക്കുകയും തികഞ്ഞ ഭക്തിയാദരങ്ങളോടെ അദ്ദേഹത്തെ സ്തുതിക്കുകയും ചെയ്തു. ശ്രീനാരായണൻ പറഞ്ഞു, എൻ്റെ നിയോഗ സാധ്യതയ്ക്കായി നിങ്ങളെല്ലാവരും ഭൂമിയിൽ ജനിക്കണം. കവികളിൽ നിന്ന് കരടുകളിൽ നിന്നും മൃത്യു സംഭവിക്കരുതെന്ന് രാവണൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കാലം വരുമ്പോൾ എനിക്ക് സഹായത്തിന് നിങ്ങളെല്ലാവരും കവികളായി ജനിക്കുമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഇച്ഛ നിങ്ങൾ നിറവേറ്റുമല്ലോ. പുത്രകാമേഷ്ടി യാഗം അവസാനിക്കാറായത് എല്ലാവരും നോക്കിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് അഗ്നിക്ക് അഭവമായ ഒരു പ്രകാശം കാണപ്പെട്ടു. അഗ്നിയിൽ നിന്ന് ഒരു ദിവ്യരൂപം പൊന്തി വന്നു. കറുത്തിരണ്ട ആ രൂപം പട്ടുധരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മുടി സിംഹത്തിൻ്റെ കുഞ്ചിരോമം പോലെ തവിട്ടു നിറവും സ്വർണഭാവവുമായിരുന്നു. വില കൂടിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണഭാരണങ്ങൾ അദ്ദേഹം ധരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മാർവിടത്തിൽ ഒരു ചന്ദ്രഹാരം മിന്നിത്തിളങ്ങി. ചന്ദ്രപ്രഭയ്ക്ക് തുല്യമായ അദ്ദേഹത്തിൻ്റെ മന്ദഹാസം സൗമ്യവും ആകർഷകവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ യജ്ഞശാല ഏറ്റവും ശോഭിച്ചു. രാജാവ് തൊടുകൈകളോടുകൂടി അദ്ദേഹത്തെ നോക്കിക്കൊണ്ടു നിന്നു. ഒരു സ്വർണ്ണക്കുംഭം ഒരു ദിവ്യരൂപയിൽ കൈപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം കണ്ടു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ ദിവ്യരൂപൻ രാജാവിനോട് പറഞ്ഞു, സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ ദൂതനാണ് ഞാൻ. പായസം നിറച്ചിട്ടുള്ള ഈ പാത്രം അങ്ങയ്ക്ക് നൽകണമെന്ന് ദേവന്മാർ എന്നോട് കൽപ്പിച്ചിരുന്നു. അങ്ങയുടെ രാജ്ഞിമാർക്ക് അത് നൽകുക. അങ്ങയുടെ ആഗ്രഹപ്രകാരം അങ്ങയ്ക്ക് പുത്രന്മാരുണ്ടാകും. രാജാവ് ആ കുംഭത്തിൽ മുമ്പിൽ ദണ്ഡന നമസ്കാരം ചെയ്തു. ഏറ്റവും ഭക്തിയോടെ ആ പാത്രം ഏറ്റുവാങ്ങുകയും ചെയ്തു. ദിവ്യരൂപം അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി. യാഗം ശുഭമായി പര്യവസാനിച്ചു. ഋഷിമാർ രാജാവിനെ അനുഗ്രഹിച്ചു. അന്തഃപുരത്തിൽ പോയി പായസം രാജ്ഞിമാർക്ക് പങ്കിട്ടു കൊടുക്കുവാൻ അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. രാജാവ് രാജ്ഞിമാരിൽ മൂത്തവളായ കൗസല്യയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു, ഇതാ നോക്കൂ, എൻ്റെ രാജ്ഞി, ദേവന്മാർ നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഭവതിക്ക് ഒരു പുത്രനുണ്ടാവുവാൻ പോകുന്നു. ഇതും പറഞ്ഞ് പാത്രത്തിലെ പകുതി പായസം അദ്ദേഹം അവൾക്ക് കൊടുത്തു. ബാക്കിയുള്ള പകുതി കൈകേയിക്കും കൊടുത്തു. ആ സമയത്ത് സുമിത്ര അവിടെ വന്നു. രാജ്ഞിമാർ രണ്ടുപേരും തങ്ങളുടേതിൽ പകുതി വീതം പായസം സുമിത്രയ്ക്ക് കൊടുത്തു. രാജ്ഞിമാർക്കും രാജാവിനും ഇതുമുതൽ ഏറ്റവും ആഹ്ലാദമുണ്ടായി. ദേവന്മാർ ഹവിഭാഗം സ്വീകരിച്ച് തങ്ങളുടെ ധാമങ്ങളിലേക്ക് യാത്രയായി. യാഗം കഴിഞ്ഞ് പൗരന്മാർ രാജാവിൻ്റെ ഋഷിമാരന്മാരുടെ ഒപ്പം അയോധ്യയിലേക്ക് മടങ്ങി. യാഗത്തിനായി വന്നു ചേർന്ന രാജാക്കന്മാരെ ദശരഥൻ സൽക്കരിച്ചു. അതിനുശേഷം അവർ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. യാഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഋഷിമാരും സ്വന്തം ആശ്രമങ്ങളിലേക്ക് മടങ്ങിപ്പോയി. മഹാഋഷി ഋഷ്യശൃംഗൻ പത്നിയായ ശാന്തയോടൊപ്പം അംഗരാജ്യത്തിലേക്ക് മടങ്ങി. ദശരഥ മഹാരാജാവ് പുത്രജനനത്തെക്കുറിച്ച് ഓർത്ത് ആഹ്ലാദവിവശനായി തീർന്നു. താനൊരു ദേവനാണ്, വെറും ഒരു മനുഷ്യനല്ല എന്ന് തോന്നി അദ്ദേഹത്തിന്. അത്രമാത്രം സന്തുഷ്ടനായിരുന്നു അദ്ദേഹം. ചൈത്രമാസം ഒരിക്കൽ കൂടി ആരംഭിക്കുവാറായി. വൃക്ഷങ്ങൾ തളർത്ത് പച്ച പിടിച്ചു. താമരകൾ നിറഞ്ഞ പൊയ്കകളിലൂടെ മന്ദമാരുതൻ വീശിക്കൊണ്ടേയിരുന്നു. വസന്തം ആരംഭിച്ചു കഴിഞ്ഞു. ചൈത്രമാസമായി. ശുക്ലപക്ഷത്തിൽ ദിവസം 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്നു. കർക്കിട ലഗ്നം. ഗുരു ചന്ദ്രനോടൊത്ത് മുന്നേറുന്നു. പൂർണ്ണത്ര നക്ഷത്രം. ആ പുണ്യമുഹൂർത്തത്തിൽ ലോക നന്മയ്ക്കായി ശ്രീനാരായണൻ കൗസല്യപുത്രനായി ജനിച്ചു. ഇന്ദ്രൻ പുത്രനായി ജനിച്ചപ്പോൾ ആദിതി എപ്രകാരമോ അപ്രകാരം ജ്വലിച്ചു കൗസല്യ. മീനലഗ്നത്തിൽ പുഷ്യനക്ഷത്രമായ സമയത്ത് കൈകേയിക്ക് ഒരു പുത്രനുണ്ടായി. അടുത്ത ആശ്ലേഷ നക്ഷത്രം ഉദിച്ചപ്പോൾ സൗമ്യശീലയായ സുമിത്ര 2 കുമാരന്മാർക്ക് ജന്മം നൽകി. ദശരഥ മഹാരാജാവിൻ്റെ 4 പുത്രന്മാരും ശ്രീനാരായണന്റെ അംശങ്ങളായിരുന്നു. കൗസല്യാപുത്രൻ ശ്രീനാരായണൻ തന്നെ ആയിരുന്നു. അയോധ്യാവാസികളുടെ ഹൃദയത്തിൽ ആനന്ദമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപുത്രനായ ദശരഥ മഹാരാജാവ് ഇപ്പോൾ 4 പുത്രന്മാരുടെ പിതാവായിരിക്കുന്നു. കോസല രാജ്യത്ത് ഇവിടെയും ആനന്ദമാപ്പായിരുന്നു. ശിശുക്കളുടെ ജനനത്തിൽ സ്വർഗവാസികൾ വാദ്യസംഗീതം മുഴക്കി. ഗന്ധർവന്മാർ ആടുകയും പാടുകയും ചെയ്തു. അധികം താമസിയാതെ രാവണൻ വധിക്കപ്പെടുമെന്നും അങ്ങനെ തങ്ങളുടെ സങ്കേതങ്ങൾ സൂര്യീകരിക്കപ്പെടുമെന്നും അവർ ആഹ്ലാദിച്ചു. ആ ദിവ്യ ശിശുക്കളുടെ മേൽ പുഷ്പവൃക്ഷമുണ്ടായി. അയോധ്യ നഗരി ആഡംബരപൂർവ്വം അലങ്കരിക്കപ്പെട്ടു. ജനങ്ങൾ കൊട്ടാരവാതിലിലേക്ക് നീങ്ങി. അവർ പാട്ടും ആട്ടവും മറ്റു സന്തോഷ പ്രകടനങ്ങളും നടത്തി. അവർക്കത് ഇന്ദ്രോത്സവം പോലെയായിരുന്നു. ആഡംബരപൂർവ്വം വസ്ത്രങ്ങൾ അണിഞ്ഞ സ്ത്രീ പുരുഷന്മാരെ കണ്ടും കുട്ടികളെ കൊണ്ടും തെരുവ് നിറഞ്ഞു. രാജാവ് സ്വർണ്ണ നാണയങ്ങൾ വിതരണം ചെയ്തു. ബ്രാഹ്മണർക്ക് പശുക്കളെ ദാനം ചെയ്തു. രാജാവിന് പുത്രന്മാരുണ്ടായിട്ട് 11 ദിവസം കഴിഞ്ഞു.
ശിശുക്കൾക്ക് നാമകരണം ചെയ്യേണ്ട ദിവസമായി. ആചാരനായ വസിഷ്ഠൻ കൗസല്യാപുത്രനെ രാമൻ എന്ന് പേരിട്ടു. കൈകേയിയുടെ പുത്രന് ഭരതൻ എന്നാണ് പേരിട്ടത്. സുമിത്രയുടെ 2 പുത്രന്മാർക്ക് ലക്ഷ്മണനെന്നും ശത്രുഘ്നെന്നും പേരിട്ടു. നാമകരണ ചടങ്ങ് കഴിഞ്ഞതോടെ മറ്റു ജാതകർമാദികളുടെയും രാജാവ് നിർവഹിച്ചു. ബാലന്മാർ ശുക്ലപക്ഷത്തിലെ ചന്ദ്രനെ പോലെ വളർന്നു വന്നു. ബാലന്മാരായതു മുതൽ സുന്ദരനും സൗമ്യനുമായ ലക്ഷ്മണൻ രാമനോട് അതീവ പ്രതിബദ്ധതനുള്ളവനായി തീർന്നു. രാമനും ലക്ഷ്മണനോട് അതിപ്രീതിയായിരുന്നു. ലക്ഷ്മണൻ രാമൻ തന്നെയാണെന്ന് തോന്നി. ഒരേ ജീവനും 2 ദേഹവും എന്ന പോലെ. ലക്ഷ്മണന് പോലും ചോറ് കൊടുക്കാതെയും അരികിൽ കിടത്താതെയും രാമൻ ഉറങ്ങാൻ കൂട്ടാക്കിയില്ല. പിന്നീട് അവർ വളർന്നു വലുതായപ്പോൾ രാമൻ നായാട്ടിന് പോയാൽ ലക്ഷ്മണനും വില്ലും അമ്പുമായി തന്നോടൊപ്പം ഉണ്ടാകുമെന്ന നിലയിലായി. ലക്ഷ്മണൻ രാമനെ പോലെ തന്നെ ശത്രുഘ്നൻ ഭരതന്റെ ലിംഗഭേദം അഥവാ സൂക്ഷ്മ ശരീരമായി തീർന്നു. ദശരഥ മഹാരാജാവ് സപ്തസ്വർഗത്തിൽ അഥവാ നിവൃത്തിയുടെ പരമപദത്തിൽ എത്തിയതുപോലെയായി കഴിഞ്ഞു. കാരണം തൻ്റെ 4 പുത്രന്മാരും സുന്ദരന്മാരും ശക്തന്മാരും സമർത്ഥന്മാരും ധർമ്മിഷ്ഠന്മാരും മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും ഭയഭക്തി ബഹുമാനമുള്ളവരുമായിരുന്നു. അവർ 4 പേരും വീരന്മാരും പഠിപ്പിൽ അപാര സാമർഥ്യമുള്ളവരുമായിരുന്നു. മഹാഋഷിയായ വസിഷ്ഠനാണ് അവരെ പഠിപ്പിച്ചത്. എല്ലാ ക്ഷത്രിയ കുമാരന്മാരെ പോലെ അവർ യുദ്ധവിശാരദനായിരുന്നു. അവർ വിനീതരും മൃദുഭക്ഷണത്തിൽ അദ്വിതീയമായിരുന്നു. ആനപ്പുറത്ത് സഞ്ചരിക്കുന്നതിനും കുതിര സവാരിയിലും രഥം തെളിക്കുന്നതിനും അവർ സമർത്ഥന്മാരായിരുന്നു. 4 പേര് പിതാവിനോട് വളരെ പ്രിയമുള്ളവരായിരുന്നു. 4 പേരിൽ രാമനായിരുന്നു പിതാവിന് പ്രിയങ്കരൻ. അദ്ദേഹം പൂർണ്ണചന്ദ്രനെ പോലെ അത്ര സന്നിഗ്ധനും സുന്ദരനും സൗമ്യനുമായിരുന്നു. പിതാവിന് രാമനോടുള്ള ക്രമാതീതമായ വാത്സല്യമുണ്ടായി. രാമനാകട്ടെ എപ്പോഴും എല്ലാ വിധത്തിലുള്ള പിതാവിനെ സന്തോഷിപ്പിക്കുന്നതിൽ ഉത്സുകനായി. രാജകുമാരന്മാർ പുരുഷ സിംഹങ്ങളെ പോലെയായിരുന്നു. രാജാവ് പുത്രന്മാരെക്കുറിച്ച് നിതാരാം അഭിമാനം കൊണ്ടു. അവർക്ക് 16 വയസ്സ് തികയാറായി. ഈ 4 പുത്രന്മാർ ചുറ്റിനുമുണ്ടായിരുന്നെങ്കിൽ ദശരഥന് താൻ ലോകത്തിൽ വെച്ച് ഏറ്റവും ധന്യവും സുഖിയവുമാണെന്ന് തോന്നി. രാജപുത്രന്മാർ വളർന്നു വലുതായി. അവർക്ക് 16 വയസ്സായി. 16 വയസ്സായാൽ പുരുഷത്വം പ്രാപിക്കുമെന്നും വിവാഹപ്രായമാകുമെന്നായിരുന്നു അന്നത്തെ നാട്ടുനടപ്പ്. അതനുസരിച്ച് രാജാവ് അദ്ദേഹത്തിനെ പറ്റി ചിന്തിക്കുവാൻ തുടങ്ങി. രാമന് വധു ആരായിരിക്കുമെന്ന് അദ്ദേഹം ആലോചിച്ചു. രാമൻ പ്രിയപുത്രനാകിയാൽ രാജാവിന് രാമനെപ്പറ്റി വിചാരമായിരുന്നു കൂടുതൽ. രാമനാകട്ടെ എല്ലാ വിധത്തിലും പിതാവിനെ പ്രീതിപ്പെടുത്തണമെന്ന ചിന്തയും ഉണ്ടായിരുന്നുള്ളൂ. പിതാവും പുത്രനും തമ്മിലുള്ള അടുപ്പം കൊട്ടാരത്തിനുള്ളിൽ മാത്രമല്ല, അയോധ്യ രാജ്യത്ത് മുഴുവൻ സംസാര വിഷയമായി. ഒരു ദിവസം രാജസദസ്സിൽ വെച്ച് രാജാവ് തന്റെ മനസ്സിൽ ഏറ്റവും മേലെ പൊന്തി വന്ന ഈ ആശയത്തെ രാജകുമാരന്മാരുടെ വിവാഹത്തെപ്പറ്റി മന്ത്രിമാരോട് പറഞ്ഞു. അദ്ദേഹം ഈ ചിന്തയുമായിരിക്കെ തന്നെ മഹർഷി വിശ്വാമിത്രൻ കൊട്ടാരത്തിലേക്ക് വന്നു കയറി. അദ്ദേഹം കാൽക്കാരെ വിളിച്ചു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നതായി രാജാവിനെ അറിയിക്കും. ഞാൻ ഗാദിപുത്രനായ കൗശികനാണ്. ജനങ്ങൾ എന്നെ വിശ്വാമിത്രൻ എന്ന് വിളിക്കുന്നു. ആ പേര് അത്രയധികം സുപ്രസിദ്ധമായിരുന്നതിനാൽ കാവൽക്കാർക്ക് ആളെ മനസ്സിലായി. സഭാമന്ദിരം കിടന്ന് രാജാവിൻ്റെ അടുത്ത് ചെന്ന് അവർ വിശ്വാമിത്രൻ പടുക്കൽ വന്നിരിക്കുന്ന വിവരം രാജാവിനെ അറിയിച്ചു. ഉത്കൃഷ്ടനായ ഒരു ഋഷി തന്നെ കാണുവാൻ വന്നതറിഞ്ഞ് രാജാവ് അത്യധികം സന്തുഷ്ടനായി. അദ്ദേഹം സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ആചാര്യന്മാരോടുകൂടി ഋഷിയെ സ്വീകരിക്കുവാൻ പോയി. കയ്യിൽ പാദ്യവുമായി രാജാവ് ഋഷിയുടെ മുമ്പിലെത്തി. ഋഷിയുടെ കാലുകൾ കഴിഞ്ഞു. അശ്വസുകളോടെ രാജാവിൻ്റെ സ്വാഗതം സ്വീകരിച്ച് മന്ദഹാസത്തോടെ വിശ്വാമിത്രൻ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. രാജ്യസംബന്ധമായ കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ദശരഥൻ മഹർഷിയോട് തപസ്സിനെ പറ്റിയും ആശ്രമത്തെപ്പറ്റിയും ആശ്രമവാസികളെപ്പറ്റിയും ക്ഷേമത്തിനെ പറ്റിയും അന്വേഷിച്ചു. വിശ്വാമിത്രൻ വസിഷ്ഠാദികളെ ആദരിച്ച ശേഷം തനിക്കായി നൽകപ്പെട്ട ആസനത്തിൽ ഉപവിഷ്ടനായി. രാജാവ് വിശ്വാമിത്രനോടായി ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ വരവ് എനിക്കൊരു ദൈവാനുഗ്രഹം പോലെയാണ്. മനുഷ്യന് ലഭിക്കുന്ന ദിവ്യമായ പോലെ തന്നെയാണ്. ഒരു മനുഷ്യനും സതിയായ ഭാര്യയ്ക്കും ഒരു പുത്രനുണ്ടാവുന്ന പോലെയാണ്. അങ്ങനെയുള്ള അനുഗ്രഹീതമായ ഒരു മഹാത്മാവിൻ്റെ ആഗമനത്താൽ ഞാൻ രോമാചകഞ്ചുകനായി തീർന്നിരിക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ എന്നെ അനുവദിക്കണം. അങ്ങയെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലുമുണ്ട്. അങ്ങയെപ്പോലുള്ള ഒരു ബ്രഹ്മ മഹർഷി സ്വമേധയാ എൻ്റെ അടുത്ത് വന്ന് എന്നോടുള്ളത് തന്നെ എനിക്കെന്തോ മഹാഭാഗ്യം കൈവരുവാൻ പോകുന്നതിൻ്റെ സൂചനയാണ്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഈ ഭൂമി മുഴുവൻ അങ്ങയ്ക്ക് തരുവാനുള്ള കഴിവെനിക്കുണ്ട്. അങ്ങയ്ക്കായി ഞാൻ എന്തുവെങ്കിലും ചെയ്തുകൂടാ. ദശരഥന്റെ ഭക്തിയിലും സ്നേഹത്തിനും വിനയത്തിലും ഋഷി സന്തുഷ്ടനായി. അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ വാക്കിൽ എനിക്ക് അത്ഭുതമില്ല. ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച അങ്ങയ്ക്ക് മഹാനായ വസിഷ്ഠൻ ഗുരുവായുള്ളപ്പോൾ ഇപ്രകാരമുള്ള വാക്കുകൾ പുറപ്പെടുന്നത് സ്വാഭാവികം തന്നെ. അങ്ങയെപ്പോലുള്ളവരെ വാക്കുപാലിക്കുവാനാവും. അങ്ങയോട് ഒരു ഉപകാരം ആവശ്യപ്പെടുവാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലം ഞാൻ അങ്ങയോട് പറയാം. ഞാനൊരു യാഗത്തിന് ദീക്ഷ എടുത്തു കഴിഞ്ഞു. അത് മുഴുമിക്കണം. എന്നാൽ എനിക്കത് കഴിയുന്നില്ല.
ഏതു വേഷവും കെട്ടാവുന്ന 2 രാക്ഷസന്മാർ എൻ്റെ യാഗത്തിന് തടസ്സമായി നിൽക്കുന്നു. മായായുദ്ധത്തിൽ അവർ അദ്വൈതരാണ്. അവർ മാംസവും രുദ്രവും മറ്റു വസ്തുക്കളും യജ്ഞശാലയിൽ വർഷിക്കുന്നു. യാഗം ചെയ്യുന്ന അഗ്നികുണ്ഡത്തിൽ പോലും. യാഗം ചെയ്യുവാനുള്ള എൻ്റെ സർവ്വയജ്ഞവും വിഫലമായിരിക്കും. ഞാൻ യജ്ഞശാലയിൽ യാഗം മുഴുമിക്കാതെ വന്നിരിക്കുകയാണ്. കോപം തുടങ്ങിയ വികാരങ്ങളൊന്നും കൂടാതെ ചെയ്യേണ്ടതായ ഒരു യാഗമാണ്. അതിനാൽ എനിക്ക് അവരെ ശപിക്കുവാൻ നിവൃത്തിയില്ല. കോപം അടക്കിയേ പറ്റൂ. യാഗം മുഴുമിപ്പിക്കേണ്ടത് അങ്ങയുടെ സഹായം അഭ്യർത്ഥിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പറയൂ പ്രഭു, ദശരഥൻ പറഞ്ഞു. അദ്ദേഹം വളരെ ആവേശഭരിതനായി. ദേവാസുര യുദ്ധത്തിൽ സ്വർഗത്തിൽ വെച്ച് ഇന്ദ്രന്റെ ഭാഗത്തു നിന്ന് യുദ്ധം ചെയ്ത ആളാണെന്ന് അദ്ദേഹം. ഭൂമിയിലെ രാജാവായ അദ്ദേഹത്തിന് ഇന്ദ്രനെ സഹായിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു. 10 ദിക്കിലും രഥം തെളിക്കുവാൻ വരം ലഭിച്ച കാലത്താണ് അതുണ്ടായത്. രാജാവ് കൂടുതൽ കേൾക്കുവാൻ ആഗ്രഹിച്ചു. ഏതു വിധത്തിലാണ് ഞാൻ അങ്ങയെ സഹായിക്കേണ്ടതെന്ന് പറയും. രാജാവ് പറഞ്ഞു, അങ്ങയുടെ മൂത്തപുത്രനായ രാമനെ എനിക്ക് തരിക, മഹായോദ്ധാവും സുന്ദരനുമായ കുമാരനെ. വിശ്വാമിത്രൻ പറഞ്ഞു. രാജാവ് കൂടുതൽ പറയും മുമ്പായി അദ്ദേഹം തുടർന്നു, ഞാൻ അദ്ദേഹത്തെ രക്ഷിച്ചു കൊള്ളാം. അതിനെപ്പറ്റി അങ്ങേക്ക് ഭയം വേണ്ട. ഈ യുവാവ് ഈ രാക്ഷസന്മാരെ നശിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങയുടെ പുത്രന് മഹാഭാഗ്യം വന്നു ചേരുന്നതിനെപ്പറ്റി ഒട്ടും സംശയം വേണം. ഈ വീരകർമ്മത്താൽ അദ്ദേഹം 3 ലോകങ്ങളും പ്രസിദ്ധനായിത്തീരും. ഈ പ്രവൃത്തിയുടെ ഫലമായി അദ്ദേഹത്തിന് അപാരമായ ശ്രേയസ് ഉണ്ടാവും. രാമബാണത്തെ തടുക്കുവാൻ ഈ രാക്ഷസന്മാരെ കൊണ്ടാവില്ല. പുറമേ രാമന് മാത്രമേ അവരെ നശിപ്പിക്കുവാൻ കഴിയൂ. എന്നും കൂടി പറഞ്ഞുകൊള്ളട്ടെ, അവർ വലിയ ഗർഭിഷ്ഠന്മാരായി കഴിഞ്ഞു. അവരുടെ ജീവോത്സവനം അടുത്തിരിക്കുന്നു. ദശരഥ, അങ്ങയുടെ പുത്രസ്നേഹം എൻ്റെ ആഗ്രഹം നിറവേറ്റുന്നതിന് തടസ്സമാകാതിരിക്കട്ടെ. യാഗം 10 ദിവസമേ ഉള്ളൂ, 10 ദിവസം മാത്രം. ആ ദുഷ്ടന്മാർ രാമനാൽ കൊല്ലപ്പെട്ടാൽ വധിക്കപ്പെടുന്നവരാണ്. അവർ മരിച്ച് എന്നും അങ്ങേക്ക് ഉറപ്പിക്കാം. രാമനെ എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വരൂപവും എനിക്കറിയാം. വസിഷ്ഠ മഹർഷിമാരും അദ്ദേഹത്തെ പറ്റിയുള്ള സത്യം അറിവുള്ളതാണ്. അങ്ങേ ലോകത്തിൽ യശസ്സും പരലോകത്തിൽ ഒരു മഹാസ്ഥാനവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 10 ദിവസത്തേക്ക് രാമനെ എനിക്ക് വിട്ടുതരണം. അങ്ങയുടെ മന്ത്രിമാരുടെ മുഖത്ത് നോക്കിയാൽ അങ്ങയ്ക്ക് മനസ്സിലാവും എൻ്റെ ആഗ്രഹം നിറവേറ്റാൻ പ്രവർത്തിക്കാറുണ്ടെന്ന്. തൻ്റെ ഓമനപുത്രനായ രാമൻ്റെ കോമള ശരീരത്തെപ്പറ്റി ദശരഥൻ ആലോചിച്ചു. മായാവികളായ ഏത് രൂപവും ധരിക്കുവാൻ കഴിവുള്ള രാക്ഷസന്മാരുടെ ഭീകര സ്വരൂപങ്ങളെയും അദ്ദേഹത്തിൻ്റെ മനസ്സിലെത്തിച്ചു. അദ്ദേഹം ബോധരഹിതനായി നിലം പതിച്ചു. ഒരു മുഹൂർത്ത നേരം അദ്ദേഹം അങ്ങനെ കിടന്നു. പിന്നീട് ബോധമുണർന്ന് ഇങ്ങനെ പറഞ്ഞു, പ്രഭു, കരുണയുണ്ടാവണേ. എൻ്റെ രാമന് താമരക്കണ്ണനായ എൻ്റെ കുഞ്ഞിന് കഷ്ടിച്ച് 16 വയസ്സായതുകൊണ്ട് അങ്ങ് പറയുന്ന രാക്ഷസന്മാരോട് മല്ലിടാൻ അവരാവുമെന്ന് വിചാരിക്കുവാൻ പോലും എനിക്ക് കഴിയുന്നില്ല. യുദ്ധകാല രംഗത്ത് ഞാനൊരു വൃദ്ധയോദ്ധാവാണ്. എനിക്കുള്ള സൈന്യം മുഴുവൻ അങ്ങയുടെ ചൊൽപ്പടിയാണ്. പ്രഭു, ഞാൻ സൈന്യസമേതനായി വന്ന് ആ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യും. ദേവദാന യുദ്ധത്തിൽ ഞാൻ ദാനവരോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ഈ 2 രാക്ഷസന്മാരെ തോൽപ്പിക്കാമെന്ന് എനിക്ക് ധൈര്യമുണ്ട്. അവരുടെ അസ്ത്രങ്ങൾക്ക് നല്ല തിരിച്ചടി നൽകുവാൻ എനിക്ക് കഴിയും. ഞാൻ അങ്ങയുടെ രാജ്യം രക്ഷിക്കാം. അതിൻ്റെ വിജയകരമായ പരിസ്ഥിതിക്ക് ഞാൻ അങ്ങയെ സഹായിക്കാം. രാമനോട് രാക്ഷസന്മാരെ നേരിടുവാൻ പറയരുതേ. അവരുടെ വിദ്യാഭ്യാസം കഷ്ടിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പറഞ്ഞ യുദ്ധം എത്ര ഭീകരമാണെന്ന് കഴിവ് അവർക്കില്ല. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ ഉണ്ണിയെ കാണാതെ 2 നാഴിക ഇരിക്കുമ്പോഴേക്കും എനിക്ക് കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെടുന്നു. എൻ്റെ ജീവൻ തന്നെ വിട്ടുപിരിയുന്നതായി തോന്നും. അതിനാൽ രാമനെ ഒപ്പം അയക്കാമെന്ന് അങ്ങ് ആവശ്യപ്പെടരുത്. രാമൻ വരണമെന്നാണ് അങ്ങയ്ക്കെങ്കിൽ സൈന്യസമേതമായി ഞാനും കൂടെ ഒപ്പം വന്നുകൊള്ളട്ടെ. രാമൻ എൻ്റെ ജീവനാണ്. എത്രയോ കാലം സന്താന ലാഭമില്ലാതെയായിരുന്നു എനിക്ക് ഒടുവിൽ ഈശ്വരാനുഗ്രഹത്താൽ ലഭിച്ചതാണ് അവനെ. അവൻ എനിക്ക് പ്രിയനാണ്. എനിക്ക് 4 പുത്രന്മാരുണ്ടെങ്കിലും ഏറ്റവും പ്രിയപുത്രൻ രാമനാണ്. രാക്ഷസന്മാരെ പറ്റിയും എനിക്കറിഞ്ഞാൽ കൊള്ളാം. ആരാണവർ? അവർക്കിത്ര ശക്തി എങ്ങനെ കിട്ടി? എവിടെ നിന്ന് വരുന്നു? വിശ്വാമിത്രൻ പറഞ്ഞു, പുലസ്ത്യ വംശത്തിൽ രാവണൻ എന്ന പേരായി ഒരു രാക്ഷസൻ ജനിച്ചിട്ടുണ്ട്. അയാൾ പ്രബലനും ധീരനുമായൊരു യോദ്ധാവാണ്. അയാൾ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിൽ നിന്ന് വരങ്ങൾ വാങ്ങിയിട്ടുണ്ട്. തപസ്വിമാർക്കും ഋഷിമാർക്കും കഠിനമായ ദ്രോഹം ചെയ്യുകയാണ് അയാൾ. തൻ്റെ സോദരനായ കുബേരനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ രഥമായ പുഷ്പവിമാനം ഇയാൾ അപഹരിച്ചിരുന്നു. വിശ്വസ്രവസിൻ്റെ പുത്രനായ രാവണൻ 3 ലോകങ്ങളും പ്രസിദ്ധനാണ്. അയാളുടെ അശ്രിതമായ മാരീചൻ, സുബാഹു എന്നീ 2 രാക്ഷസന്മാർ എന്നെ പോലെയുള്ളവരെ ദ്രോഹിക്കുവാൻ ഒരുമിട്ട് നടക്കുകയാണ്. ലോകാനുഗ്രഹാർത്ഥം തപസ്സനുഷ്ഠിക്കുവാനാണ് എന്നെ പോലെയുള്ളവർ. രാമൻ ആ മാരീച സുബാഹുകളെ ഈ ലോകത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യണം. രാക്ഷസന്മാരെന്ന് കേട്ടപ്പോൾ രാജാവിൻ്റെ മുഖം ദയാധീനമായി തീർന്നു. അദ്ദേഹം പറഞ്ഞു, നിർഭാഗ്യവാനായ എനിക്ക് എൻ്റെ ഓമനപുത്രനെ വെടിയുന്നുണ്ടായ ഗതികേട് വന്നു ചേർന്നിരിക്കുന്നു. പ്രഭു, ഈ ബാലൻ ഇത്ര പ്രബലന്മാരായ രാക്ഷസന്മാരുടെ മുമ്പിൽ നിൽക്കുവാനോ അവരോട് യുദ്ധം ചെയ്യുവാനോ പറ്റുമോ? ദേവന്മാർക്ക്, ഗന്ധർവന്മാർക്കോ മറ്റ് സ്വർഗവാസികൾക്കോ പോലും രാവണനോട് എതിർക്കുവാൻ ഇതില്ലെന്ന് എൻ്റെ അറിവ്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് കഷ്ടിച്ച് 16 വയസ്സായ എൻ്റെ രാമൻ എങ്ങനെ രാവണഭൃത്യന്മാരോട് യുദ്ധം ചെയ്യും?
രാവണനോട് യുദ്ധം ചെയ്യുന്നതിൻ്റെ വീര്യം രാവണനിൽ നിന്ന് ചെന്ന് ലയിക്കുമെന്നും അങ്ങനെ എതിരാളികളുടെ വീര്യം കെടുമെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. രാമനെൻ്റെ വംശം നിലനിർത്തേണ്ട സന്തതിയാണ്. അവനെ അങ്ങയ്ക്ക് നൽകാൻ ഞാൻ മുതിരുന്നില്ല. ഞാൻ അവനെ അങ്ങയ്ക്ക് തരില്ല. അവന് ചേർന്ന ശത്രുക്കളല്ല മാരീചനും സുബാഹുവും. പ്രഭു, ഞാൻ യുദ്ധം ചെയ്യാം. എന്നാൽ എൻ്റെ ഉണ്ണിയെ നൽകുവാൻ ദയവായി എന്നോട് ആവശ്യപ്പെടരുത്. വിശ്വാമിത്രൻ ക്ഷമയേറ്റു. നെയ്യ് കോരി എഴിക്കും പോലെ യാഗാഗ്നി കൂടുതൽ പ്രകാശമായി കത്തും പോലെ രാജാവിൻ്റെ വാക്കുകൾ അദ്ദേഹത്തെ അധികമിതം കുപിതനാക്കി. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കോപം അതിര് കഴിഞ്ഞൊഴുകി. ജ്വലിക്കുന്ന കണ്ണുകളോടെ രാജാവിനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, വ്യക്തമായും വാഗ്ദാനം നൽകിയ ശേഷം ഇപ്പോൾ അങ്ങ് വാക്ക് തെറ്റിക്കുക നോക്കുകയാണ്. ഉത്കൃഷ്ടമായ രഘുവംശത്തിൽ പിന്തുടർച്ചക്കാരായ ഒരാൾക്കും ചേർന്നതല്ല അങ്ങയുടെ ഈ വാക്ക്. തൻ്റെ പ്രവൃത്തി ശരിയാണ് എന്ന് അങ്ങേക്ക് തോന്നുന്ന പക്ഷം ഞാൻ വന്ന വഴിക്ക് തന്നെ പോയിക്കൊള്ളാം. അതിഥിയോട് ചെയ്ത വാഗ്ദാനം ലംഘിച്ച് അങ്ങും ചുറ്റും ബന്ധുക്കളും സുഖമായി കഴിഞ്ഞുകൊള്ളു. അദ്ദേഹം ഇത് പറയവേ ഭൂമി ഭയത്താൽ വിറച്ചു. അദ്ദേഹത്തിൻ്റെ കോർമ്മം സർവ്വവിധമായിരുന്നു. എന്നിട്ടും രാജാവ് അനങ്ങാതിരുന്നു. പുത്രസ്നേഹത്താൽ അന്ധനായി തീർന്ന രാജാവ് താൻ ചെയ്യുന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ ഗുരുവും ഉപദേഷ്ടവുമായ വസിഷ്ഠൻ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, ദശരഥ, അങ്ങ് ഇക്ഷ്വാകു വംശത്തിൽ പിറന്നവനാണ്. ധർമ്മസ്ഥാൽ കുലദൈവത്വം എന്ന തത്വം കാത്തു സൂക്ഷിക്കേണ്ടവനാണ്. അങ്ങ് ധർമ്മിഷ്ഠനാണ്. സനാതനധർമ്മത്തിൽ നിപുണനാണ്. അങ്ങിപ്രകാരം പെരുമാറരുതായിരുന്നു. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുതായിരുന്നു. ധർമാത്മാവെന്നാണ് ലോകർ അങ്ങയെ വിളിക്കുന്നത്. ഈ പ്രവൃത്തി വഴി അങ്ങയുടെ പൂർവികരുടെ പേരിനും സ്വന്തം പേരിനും കളങ്കം വരുത്തിയിരിക്കുന്നു. ഒരു കാര്യം ഒരിക്കൽ ചെയ്യാമെന്നറ്റ ശേഷം പിന്നീട് അത് ചെയ്യുവാൻ മടിക്കുന്നത് സജ്ജനങ്ങൾക്ക് ചേർന്നതല്ല. മാത്രമല്ല, താൻ നിമിത്തം അങ്ങ് ഇതുവഴി സമ്പാദിച്ച പുണ്യം മുഴുവൻ അങ്ങയ്ക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഋഷിയോടുകൂടി രാമനെ അയക്കും. അങ്ങയുടെയും കുടുംബത്തിൻ്റെയും സൽപ്പേര് നിലനിർത്തും. കാലാഗ്നി അമൃതകുംഭത്തെ കാക്കും പോലെ കൗശികന്റെ ഈ ഉത്കൃഷ്ടമായ പുത്രൻ രാമനെ കാക്കും. ഒരു രാക്ഷസനും അവനത്ര ശക്തനായിക്കൊള്ളട്ടെ അങ്ങയുടെ പുത്രനെ തൊടുവാൻ കഴിയില്ല. എനിക്ക് ഉറപ്പുള്ളതാണത്. വിശ്വാമിത്രൻ ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. അദ്ദേഹം ഒരു മഹാത്മാവാണ്. അദ്ദേഹം ബുദ്ധിമാനും തപോധനും എല്ലാ ശസ്ത്രങ്ങളുടെയും നിപുണനുമാണ്. അദ്ദേഹത്തിൻ്റെ മഹത്വം കണ്ടറിയാൻ ഇന്ന് തൃഭവനങ്ങളില്ല. ഭൂതവിശ്വദ്ധ ദർത്തനങ്ങളായാണ് അദ്ദേഹം. ഒരു ദൈവമാസം കൂടാതെ പുത്രനെ അദ്ദേഹത്തിനോട് അയക്കും. നിസാരമായ 2 രാക്ഷസന്മാരെ കൊല്ലുവാൻ ഈ മഹാത്മാവിന് അത് ചെയ്യുവാൻ കഴിയും. എന്നാൽ അങ്ങയുടെ പുത്രൻ മഹത്വം നേടണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് രാമനെ ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങയെ ബഹുമാനിക്കുന്നത്. അങ്ങയ്ക്ക് നൽകേണ്ട ബഹുമതിയെപ്പറ്റി മനസ്സിലാവും. പുത്രസ്നേഹമെന്ന് ഈ മായയിൽ നിന്ന് ഉണരൂ. വസിഷ്ഠൻ ഇത്രത്തോളം ഉപദേശിച്ചപ്പോൾ ദശരഥന് ബുദ്ധി ഉദിച്ചു. അദ്ദേഹം മനോമാന്ദ്യത്തിൽ നിന്നുണർന്ന് വിശ്വാമിത്രന്റെ കാൽക്കൽ വീണ് മാപ്പിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഉണ്ണിയോടുള്ള എൻ്റെ അന്ധമായ സ്നേഹം മൂലം ഞാൻ ആലോചിക്കാതെ പറഞ്ഞു പോയതാണ്. എനിക്ക് മാപ്പ് തന്ന് എൻ്റെ പുത്രനെ സ്വീകരിച്ചാൽ ഞാൻ അവനെ അങ്ങയോടൊപ്പം അയക്കുകയാണ്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. രാമൻ ഒരിക്കലും ഒറ്റയ്ക്കിരിക്കില്ല. ലക്ഷ്മണൻ എപ്പോഴും അവനോടൊപ്പം ഉണ്ടാവും. ദയവായി 2 പേരെയും കൂട്ടിക്കൊണ്ടു പോവുക. വസിഷ്ഠന്റെ ഉപദേശവാക്കുകൾ കൊണ്ട് രാജാവ് ഉറപ്പു വന്നു. രാജാവിൻ്റെ മാപ്പ് പറയൽ ഉള്ളിൽ തട്ടിയാണെന്ന് വിശ്വാമിത്രന് ബോധ്യമായി. രാമന്റെ നന്മയ്ക്ക് കൂടി വേണ്ടിയാണ് അവൻ മഹർഷിയെ കൂട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ കാര്യം രാജാവിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം രാമലക്ഷ്മണന്മാരെ ആളയച്ചു. കുട്ടികളെ മഹർഷിയോടൊപ്പം അയക്കുന്ന കാര്യം കൗസല്യ കേട്ടിരുന്നു. അവൾ കുട്ടികളുടെ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കങ്ങൾ ചെയ്തു. അമ്മമാരുടെ ആശീർവാദം വാങ്ങിയ ശേഷം സുന്ദരന്മാരായ യുവാക്കൾ വന്ന് പിതാവിൻ്റെ മുമ്പിൽ നിന്നു. സഭയിലുള്ള ഋഷിമാരെ അവർ വന്ദിച്ച് അവർ അച്ഛനെ നമസ്കരിച്ചു. അവരുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കുവാൻ തോന്നിയില്ല വിശ്വാമിത്രന്. നീലത്താമരയുടെ കൃഷ്ണവർണ്ണമായിരുന്നു രാമന്. ലക്ഷ്മണന് കണ്ണിനിമ്പം അരുളുന്നവനായിരുന്നു. ഇരുവർക്കും നീണ്ടു തെളിഞ്ഞ കണ്ണുകളായിരുന്നു. അവരുടെ പുഞ്ചിരി മനോമോഹനം തന്നെയായിരുന്നു. അവർ പിതാവിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്നു. ദശരഥൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട രാമ, ലക്ഷ്മണ, മഹാനായ വിശ്വാമിത്ര മഹർഷി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാനായി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം പോകും. അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ സ്വന്തം പിതാവിൻ്റെ എന്ന പോലെ അനുസരിക്കണം. ബാലന്മാരൊന്നും പറഞ്ഞില്ല. സഭയിൽ സന്നിഹിതരായവരും പിതാവിനെ വന്ദിച്ച ശേഷം അവർ നേരെ പോയി ഋഷിയുടെ അരികത്തായി നിന്നു. മാരുതൻ മന്ദം മന്ദം വീശി. അവർ കൊട്ടാരം വിടുമ്പോൾ എല്ലാ ശുഭലക്ഷണങ്ങളും കാണപ്പെട്ടു. സഭയിലുള്ളവരെല്ലാം വാതിൽക്കൽ വരെ അവരെ അനുയാത്ര ചെയ്തു. സ്വർഗത്തിൽ നിന്നു തുറന്ന പുഷ്പവൃഷി കണ്ട് എല്ലാവരും അതിശയിച്ചു. വസിഷ്ഠ മഹർഷി രാജാവിനെ നോക്കി ഇങ്ങനെ പറയുന്നത് പോലെ തോന്നി, മഹാത്മാവായ വിശ്വാമിത്രൻ ഇവിടെ വന്നതും അങ്ങയുടെ പുത്രന്മാരെ അയച്ചതിന് ആവശ്യപ്പെട്ടതും അവരുടെ നന്മയ്ക്കാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുവല്ലോ. തുടരും.